ശ്രീമദ് ഭാഗവതം സ്കന്ധം 2 അധ്യായം 2 യോഗധാരണ കൊണ്ടുള്ള മുക്തികൾ. ഞാൻ ഭാഗവതത്തിലേക്ക് ഇറങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ പണ്ട് വേദങ്ങളെല്ലാമാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ വേദത്തിലൊന്നും ഈ അധികം ആത്മീയതയൊന്നുമില്ല, എല്ലാം സയൻസാണ്. അതിലെല്ലാം സയൻസ് കാര്യങ്ങളെ പറയാനുള്ളൂമായിരുന്നു. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമൻസ് എൻ്റെ ഇതിൽ വന്നിരുന്നു. അതായത് അതത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം വേദത്തിൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം വേദവരികൾക്കൊന്നും അർത്ഥമില്ല, അതോ സയൻസിൻ്റെ എല്ലാം അപ്പുറമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം. അപ്പോൾ അവരൊരു കമൻസ് പോലെ ഇതെല്ലാം മതിയാക്കിയിട്ട് ഭാഗവതം പറയുമെന്ന് ഒരു കമൻസ് തന്നെയാണ്. കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്ന, അവർ കേൾക്കുന്ന മുഴുവൻ ഭാഗവതമാണല്ലോ. ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. ഭാഗവതത്തിലാണെങ്കിൽ ഏത് പ്രഭാഷണം എടുത്താലും രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഭാഗവത ആദ്യം മുതൽ അവസാനം വരെ കൃഷ്ണനും രാധയും ഇങ്ങനെ രാസലീലകൾ ഇതെല്ലാമായിട്ട് എല്ലാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഭാഗവതത്തിൽ ഇറങ്ങുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഈ കേൾക്കുന്ന കാര്യത്തിൽ പറയുമെന്ന് ധരിച്ചോ കൊണ്ടായിരിക്കാം ഭാഗവതത്തിലേക്ക് ഇറങ്ങാൻ പോയത്. പക്ഷെ ഞാനിപ്പോൾ ഒന്നാമത്തെ സ്കന്ധവും കഴിഞ്ഞ് രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് എത്തുമ്പോഴും ഞാൻ രാധേ എന്നൊരു വാക്ക് ഇതുവരെ പറയാനുള്ള ഒരു അവസരവും എനിക്കിവിടെ ഉണ്ടായിട്ടില്ല. കൃഷ്ണൻ എന്ന് പറയുമ്പോഴും ആ ബ്രഹ്മത്തെ പറ്റി കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഈ ഹൃദയകം ത്രേതായുഗം ദ്വാപരയുഗത്തിലെ കൃഷ്ണനെ പറ്റിയല്ല പറയുന്നത്. അതേസമയം വേദവ്യാസൻ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഭാഗം കുറച്ചും കൂടിയും പറഞ്ഞ് പോകുന്നുണ്ട്. അത് ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ധരിച്ച കാര്യത്തിലൊന്നും അല്ല ഭാഗവതം പോകുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പ്രപഞ്ചഘടനയെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൃഷ്ണൻ്റെ ലീലകളാണ്. അവിടെ കൃഷ്ണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ലീലകളാണ്. ഇതൊരു മായാ ലോകമാണ്, ഇങ്ങനെയെല്ലാം പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ആ തരത്തിൽ പറയുന്നതേ ഉള്ളൂ. പ്രപഞ്ചമുണ്ടാക്കുന്നതും പറയുമ്പോൾ എന്ത് പറയും? അത് കൃഷ്ണൻ്റെ മായയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉപയോഗിച്ച് പ്രപഞ്ചം ഉണ്ടാക്കുന്നതും അതിൻ്റെ ഒരു മായയാണെന്ന് പറഞ്ഞുകൊണ്ട് വേദവ്യാസം പോകുന്നതേ ഉള്ളൂ. പറയുന്ന കാര്യങ്ങളെല്ലാം സയൻസും എല്ലാം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഒന്നിലും രണ്ടിലുമായിട്ടെല്ലാം പറയുന്നത് ശുദ്ധമായ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ വിഷയങ്ങളാണ്. അല്ലാതെ രാധേ രാധേ ഒന്നുമല്ല. അതിൽ രണ്ടിൽ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ നമ്മളിപ്പോഴത്തെ സംവാദത്തിലുണ്ടല്ലോ എന്തൊന്നും സമാധിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വിസ്തരിച്ച് പറയുന്നത്. ഇതിൽ ഭാഗവതത്തിൽ സ്കന്ധം 2 രണ്ടാമത്തെ അധ്യായത്തിലെല്ലാം ഉപനിഷത്തിൽ എന്താണോ പറഞ്ഞത് ആ ഒരു ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ആ സമാധിയിലേക്ക് എത്തേണ്ട വഴികൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള വിസ്തരിച്ച് പറയാൻ പോവുകയാണ്. ഉപനിഷത്ത് ഇപ്പം എന്തെല്ലാമാണോ പറഞ്ഞത് അതെല്ലാം തന്നെ ചുരുക്കി പറയുമ്പോൾ ഒരു കഥമാരി ആർക്കോ പറഞ്ഞു കൊടുക്കുന്ന മാതിരിയെല്ലാം പറയുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിതൊന്നും സമാധി എന്താണെന്ന് ആത്മീയ പ്രഭാഷണം ഇല്ലാത്ത ദിവസവും ഇല്ല. ടി വിയെല്ലാം യൂട്യൂബെല്ലാം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതെല്ലാം തന്നെ ചാനലിലോട്ട് ആത്മീയ പ്രഭാഷണമാണ്. പക്ഷേ ഇതുവരെ ഈ എന്താണ് സമാധി, സമാധിയിലേക്കുള്ള വഴി എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടേണ്ടത് അതിന് ഇവിടെ ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മളുടെ ചക്രങ്ങൾ എന്നെല്ലാം ഇവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും ഭാഗവതത്തിൽ കേൾക്കുന്നില്ല. ഭാഗവതം പറയുന്നവരെ എവിടത്തേക്ക് പോവുകയാണ്? കൃഷ്ണ കൃഷ്ണ രാധേ രാധേ ഇതങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. അപ്പം നമുക്ക് ആ വിഷയത്തിൽ ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒന്നിൽ ശ്രീ സുഗൻ പാരിയാണ്. സുഗനാണ് ഏറ്റവും വലിയ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തി, വേദവ്യാസൻ്റെ മകൻ. അപ്പം അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്.
പണ്ട് അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് ബ്രഹ്മാവിൽ നിന്ന് തന്നെ തുടങ്ങിയാണ്. പണ്ട് ബ്രഹ്മാവ് വിട്ടുപോയ ഓർമ്മയെ, ബ്രഹ്മാവിൻ്റെ ഓർമ്മയെല്ലാം പോയി. ഏത് കൽപ്പാന്തത്തിന് മുമ്പ്, പുതിയ കൽപ്പാന്തം തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു കൽപ്പാന്തം കഴിഞ്ഞിട്ട്, പ്രളയം കഴിഞ്ഞിട്ട് എല്ലാം ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. പിന്നെ പ്രപഞ്ചമില്ല. പിന്നെ ആദ്യം ഒന്നേത് വരികയാണ്. അതിന് മുമ്പിലും ബ്രഹ്മാവ് ഉണ്ടായിരുന്നു. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിരുന്നു. ആ സൃഷ്ടിയെല്ലാം നടന്നിട്ട് പോയി കിടന്നുറങ്ങി. അവസാനം പ്രളയം കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും അതിനകത്ത് വാരി കൂട്ടിയിട്ട് പോയി കിടന്നുറങ്ങി. ഉറങ്ങി എണീച്ചപ്പോഴും പിന്നെ ആദ്യമേ പോയി. തലേന്ന് എന്ത് പോയി? ഈ വേദരഹസ്യങ്ങളെല്ലാം സൃഷ്ടി നടത്തണ്ടെങ്കിൽ സയൻസ് അറിയണമല്ലോ. ആ സയൻസ് എല്ലാം തലേന്ന് പോയി ഉറങ്ങി എണീക്കുമ്പോഴേക്കും. പിന്നെ ആദ്യം ഉണർന്ന് എണീക്കുകയാണ്. അപ്പം അങ്ങനെ വിട്ടുപോയ ഓർമ്മയെ സന്തോഷിച്ച ശ്രീഹരിയിൽ നിന്നും വീണ്ടും ലഭിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് വേണ്ടിയിട്ട് ശ്രീഹരി എന്ത് ചെയ്തു? ആദ്യത്തെ ഓർമ്മയിൽ ഉണ്ടായിക്കൊടുത്തു. ഇങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടത്. ഇതാണ് ഇലക്ട്രോൺ, ഇതാ പ്രോട്ടോൺ, ഇത് ആദ്യം ഇലക്ട്രോൺ ഉണ്ടാക്കണം, എന്നിട്ട് ആറ്റങ്ങളുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന പോലെ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ ഓർമ്മിപ്പിച്ചു കൊടുത്തു. വീണ്ടും ലഭിച്ച് പിഴയില്ലാത്ത കാഴ്ചപ്പാടോടുകൂടി പിന്നെ അദ്ദേഹം ഒരു പിഴയും ഇല്ലാതെ, കുഴപ്പമൊന്നുമില്ലാതെ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിശ്ചയ ബുദ്ധിയോടും കൂടി, പിഴയില്ലാത്ത കാഴ്ചപ്പാടോടും നിശ്ചയ ബുദ്ധിയോടും, നല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൽപ്പാന്ത കാലത്തിനു മുൻപുള്ള അതേ അവസ്ഥയിൽ വീണ്ടും സൃഷ്ടിച്ചു. വീണ്ടും അതേപോലെ തന്നെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. ആ ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ഇത് കഥയിലാണ് കഥാപാത്രം. ആ സൃഷ്ടി സയൻസിലൊക്കെയാണ് സൃഷ്ടിച്ചത്. പണ്ട് എല്ലാം നടത്തിയാണ്, മറന്നുപോയി. കഥയിൽ വരുമ്പോൾ അങ്ങനെയെല്ലാം പറയും. അത് വിഷ്ണുവാണ് എടുത്ത് കൊണ്ടു കൊടുക്കുന്നതെന്നെല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേമാതിരി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സയൻസ് ഉപയോഗിച്ചിട്ട് പിന്നെയും എന്ത് ചെയ്തു? ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. ഇത് രണ്ടിലും പറയുന്നു, പ്രധാനമായ വേദത്തിൻ്റെ മാർഗം ഇതാണല്ലോ. വേദത്തിൻ്റെ മാർഗമാണ്. വേദമാർഗത്തിലൂടെയാണ് എന്ത് നടത്തിയിരിക്കുന്നത്? സൃഷ്ടി നടത്തിയിരുന്നത്. വേദം. അപ്പം സൃഷ്ടി നടത്തേണ്ട പിന്നിലുള്ള എല്ലാ സയൻസുകളിലുണ്ട്, വേദത്തിൽ ഉണ്ട്. എന്നിട്ട് അർത്ഥശൂന്യങ്ങളായ ഓരോന്നിൻ്റെ പേരുകളല്ല. ഇപ്പം സൃഷ്ടി നടക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ, ആകെ സ്ഥിരമായ ഒന്നുണ്ടായിരുന്ന ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ പലതായി തിരിക്കുമ്പോഴാണ് ഈ അർത്ഥശൂന്യങ്ങളായ പേരുകളെല്ലാം വരുന്നത്. ഈ അർത്ഥശൂന്യമായ പേരുകളിൽ എന്തെല്ലാം വരും? പരമാത്മാവ്, ജീവാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, കല്ല്, മണ്ണ്, നമ്മൾ, പ്രമോദ്, ഇതെല്ലാം എന്തിൽ വരികയാണ്? അർത്ഥശൂന്യമായ കുറേ പേരുകൾ. അപ്പം സൃഷ്ടി നടത്തുമ്പോൾ എല്ലാത്തിനും ഓരോ പേര് കൊടുക്കണം. പലതും ഉണ്ടാക്കി ബ്രഹ്മാവെന്നും എല്ലാം പേര് കൊടുത്തു. ഇതെല്ലാം അർത്ഥശൂന്യമായ പേരുകളാണ്. കാരണം ഇതെല്ലാം ആദ്യം പൊളിച്ചിട്ട് എവിടെ തന്നെ കൊണ്ട് ലയിപ്പിക്കും? ബ്രഹ്മത്തിൽ. എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഉണ്ടാകുന്ന മുഴുവൻ ബ്രഹ്മമാണ്. നമ്മളിപ്പോൾ ഒരു മാവ് എടുത്തിട്ട് ഉരുത്തിയിട്ട് ബോൾ വാരിയാക്കി, ഉരുത്തി പേന മാരിയാക്കി, ഉരുത്തി പെൻസിൽ വാരിയാക്കിയിട്ട് വെച്ചാൽ അവസാനം ഇതെല്ലാം ചുറ്റിക്കൂട്ടിയിട്ട് എന്താക്കും? മാവ് തന്നെ ആക്കും. ബോൾ മാരിയുള്ള മാവ്. അപ്പം ബോൾ മാരി ഒരു മാവ് എടുത്തിട്ട് ഉരുത്തിയിട്ട് അതിനെ തന്നെ ഉരുത്തിയിട്ട് ഒരു ഭാഗം ബോൾ മാരി, ഒരു ഭാഗം പേനമാരി എല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ ഒരു അമർത്തമർത്തുമ്പോൾ പിന്നെ അത് മാവ് തന്നെയായി മാറും. അപ്പോൾ ആ ഒരു ബോളാക്കുമ്പോൾ ഇതിന് ബോൾ എന്ന് പേര് കൊടുക്കും, മറ്റേ പേന എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓരോ അർത്ഥശൂന്യമാണ്. ഇതിനെല്ലാം അമർത്തിയിട്ട് അവസാനം ഉണ്ടാക്കുന്നുണ്ട് ആ ബ്രഹ്മത്തിന് കുറച്ച് കാലത്തേക്ക്, പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ആക്കും. അതുകൊണ്ടാണ് അർത്ഥശൂന്യമായ ഓരോന്നിൻ്റെയും പേരുകളാൽ ബുദ്ധി അതിൽ ഉറച്ചു പോവുകയും, അങ്ങനെ ഉണ്ടാക്കുന്ന നമ്മളിൽ ബുദ്ധി ഉറച്ചു പോവാണ്. ഇത് പേനയാണ്, ഇത് ചക്കയാണ്, ഇത് മാങ്ങയാണ് എന്നെല്ലാം, അത് ഹിന്ദുവാണ്, ഇത് ക്രിസ്ത്യനാണ്, ഇത് മുസ്ലിമാണെന്നുള്ള പേരെല്ലാം നമുക്ക് മനസ്സിൽ എന്ത് വരുന്നു? ബുദ്ധിയിൽ ഉറച്ചു പോവുകയാണ്. ഇത് മായയാകുന്ന അതിൽ ഉഴവിക്കൊണ്ട് നടക്കുകയാണ്. നമ്മൾ എന്നിട്ട് ഇതെല്ലാം എന്തോ വ്യത്യസ്തപരമായ സ്ഥാനങ്ങളാണ്. വ്യത്യസ്ത പേരാകുമ്പോൾ വ്യത്യസ്തമാണ്. എല്ലാം പലതും വ്യത്യസ്തമാണ്. ഒന്നാമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒന്നിൽ നിന്നുണ്ടായതാണ്. അത് മനസ്സിലാക്കാതെ മായയാകുന്ന അതിൽ ഉഴറിക്കൊണ്ട്
കർമ്മവാസനകൾ, പിന്നെ ഓരോന്ന് ചെയ്യാനുള്ള എനിക്ക് വേണ്ടി മറ്റവന് വേണ്ടി എന്നുള്ള പാടുപെട്ട് കിനാവ് കണ്ട് കിടക്കുന്നവൻ, അങ്ങനെ ഓരോ കിനാവ് കണ്ട് ഓരോ കർമ്മത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവൻ വാസ്തവികാർത്ഥങ്ങളെ അറിയുന്നില്ല, ശരിയായ അർത്ഥം അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ആ ബ്രഹ്മത്തിന് തോന്നി ഇങ്ങനെ പലതായി തീരണം, എന്നിട്ട് ഒരു ലോകം ഉണ്ടാക്കുന്നു, പൊളിച്ചത് കൊണ്ടുപോകുന്നു. അതിൻ്റെ അകത്തുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഈ നമ്മളെല്ലാം. ഈ സത്യം അറിയുന്നില്ല, നമ്മളതിൽ കിടന്നിട്ട് അങ്ങനെ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്, ഉഴലുകയാണ്. എന്നിട്ട് 3 അപ്പോൾ പ്രപഞ്ച സൃഷ്ടി ഉണ്ടായ ഒരു ക്രമമാണ് പറയുന്നത്. ഇവിടെ കൃഷ്ണനെ ഒന്നുമല്ല പറയുന്നത്, ആ ബ്രഹ്മത്തിൻ്റെ കളിയെ പറ്റിയാണ് പറയുന്നത്. മായ, അതായത് നമ്മളിത് കടപ്പാർത്ത് കുട്ടികൾ പോയി ഇരിക്കുന്നില്ലേ, കുട്ടികൾ പോയിട്ട് മണ്ണെടുത്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കും, അതിനെ പൊളിക്കും, പിന്നെ വേറൊരു തരം കെട്ടിടം ഉണ്ടാക്കും, അതിനെ പൊളിക്കും. ഇതുമാതിരി കളിക്കുന്നതിൽ അത്രയേ ഉള്ളൂ. ആ ബ്രഹ്മം അത് തന്നെയാണ് നമ്മളായി മാറി. ഈ മണ്ണ് തന്നെയാണ് ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ ഒരിക്കൽ വേറൊരു കെട്ടിടം മാതിരിയാക്കുന്നത്, പിന്നെ ഒരിക്കൽ ഇങ്ങനെ ആക്കുന്നത്. എല്ലാം മണ്ണ് തന്നെയാണ്. നമുക്ക് തോന്നിയ ഇതിൽ 3 മാതിരിയാണ്. അവൻ ആദ്യം വിചാരിക്കുന്നത് ഞാനൊരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ണ് കിട്ടിയിട്ട്, പിന്നെ അവനത് പൊളിച്ചിട്ട് പള്ളി ഉണ്ടാക്കും, പിന്നെ ഒരു സ്കൂളുണ്ടാക്കും, പിന്നെ ഒരു ആശുപത്രി മാതിരി ഉണ്ടാക്കും, പിന്നെ എല്ലാം പൊളിക്കും. സംഗതിയെല്ലാം എന്താണ്? മണ്ണ് കൊണ്ടുള്ളൊരു കളി. ഇതാണ് യഥാർത്ഥ സത്യം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെ കൊണ്ടുപോകുന്നത് ആ ശക്തി തന്നെയാണ്. നമ്മളായത് നമ്മളിൽ കിടന്ന് കളിക്കുന്നതും അത് തന്നെയാണ്. ഈ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല്ല. ഏട്ടാ നമ്മളെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ സത്യം തെളിയാനുള്ള അവസരം കിട്ടില്ല. അതാണ് സത്യം. എന്നിട്ട് 3 അതിനാൽ വിവേകിയായവൻ, അതുകൊണ്ട് ആർക്കെങ്കിലും ശരിയായ സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭോഗവസ്തുക്കളിൽ എത്രമാത്രം ശരീര നിർവഹണത്തിന് വേണ്ടി ആവശ്യം വരുന്നുവോ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ എത്രമാത്രം നമ്മുടെ ശരീരം നിലനിർത്താൻ ആവശ്യമായി വരുന്നുവോ അത്രമാത്രം സ്വീകരിച്ച്, അതായത് നമ്മളെന്തായാലും ജനിച്ച്, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആർത്തിയൊന്നും പിടിച്ച് നടക്കാതെ നമ്മൾ ജനിച്ചു. ഈ ശരീരം നിലനിർത്താൻ കുറച്ച് വെള്ളം വേണം. വെള്ളത്തിൻ്റെ വലിയ ക്ഷാമമൊന്നുമില്ല. കുപ്പിവെള്ളം ഉപയോഗിച്ച് ശീലിച്ചു പോയിട്ട് അതിനൊന്നും ആവശ്യമില്ല. പ്രകൃതിയിൽ വെള്ളമുണ്ട്, അതെടുത്ത് കുടിച്ചാൽ മതി. കുടിച്ച് എന്തെങ്കിലും മരത്തുനിന്ന് എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ തടി നിലനിർത്താൻ എത്ര ഭക്ഷണം വേണം? അത് ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു തരും, ഒരു ദിവസം എത്ര കഴിക്കണം. അത്രയും ഭക്ഷണം മാത്രം അത് കൈമൽ വാങ്ങാനേ ഉള്ളൂ. എവിടെ നിന്നെങ്കിലും ചോദിച്ചാൽ തരും, തരാതെയൊന്നുമില്ല. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തരും. അഭിമാനത്തെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും. അത് വാങ്ങിയിട്ട് കഴിച്ച് അതിൽ പോലും ആസക്തനാകാതെ, അങ്ങനെ കിട്ടുന്നതിൽ ആസക്താണ് നല്ല രസമുള്ളത് കിട്ടുമെങ്കിൽ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, മറ്റേ ഇത് വേണ്ട, നോൺ വെജിറ്റേറിയൻ വേണ്ട, അത് ആത്മീയത്തിന് കുഴപ്പമാണ്. അങ്ങനെയൊന്നുമില്ല. എന്തായാലും അതിൽ ആസക്തനാകാതെ ശരീരം നിലനിർത്താൻ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. ചിക്കനാണോ മട്ടനാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തരുന്ന വാങ്ങുമോ, അല്ല എനിക്ക് വെജിറ്റേറിയൻ തന്നെ വാങ്ങുമെന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടായിരുന്നു അവർ പറയുന്നു, എന്ത് ആസക്തനാകാതെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ച് ഇങ്ങനെയൊന്നും ഒരു തീരുമില്ല. ഇതെല്ലാം മനുഷ്യൻ പിന്നീട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതല്ല പരമമായ സുഖം എന്ന നിശ്ചയ ബുദ്ധിയോട്, എന്നിട്ട് അത് കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൽ താല്പര്യം ആസക്തിയൊന്നുമില്ല. ശരീരം നിലനിർത്താനാണ് ഞാൻ കഴിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ചത്തുപോകാതിരിക്കണമല്ലോ, എന്തെങ്കിലും കഴിക്കണം. ഇതല്ല പരമമായ സുഖം, ഇതൊന്നുമല്ല ശരിയായ സുഖം എന്ന ചിന്തയോടുകൂടി ശരീരധർമ്മം നിർവഹിക്കണം. അതേസമയം ശരീരം നമ്മളെ ജനിപ്പിച്ചതിന് വേണ്ടിയാണ്, ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ലോകം പുരോഗമിക്കുകയാണ്. ആ പുരോഗതിയിൽ റോഡ് വെട്ടി കെട്ടിടങ്ങളെല്ലാം കെട്ടിയിട്ട് സ്കൂളുകളെല്ലാം പതിച്ചിട്ട് പഠിപ്പിച്ചിട്ട് കുട്ടികളെ ഉയർത്തത്തിലെത്തി നല്ലൊരു സുന്ദരമായ വസുദൈവ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇല്ലാതെ ചിലപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയായിരിക്കും. ആ ശരീരധർമ്മം നിർവഹിച്ച്, എന്തിനാ ശരീരധർമ്മം? ശരീരം തന്നിരിക്കുന്ന എന്തിനാണ്? ആ ധർമ്മം നിർവഹിക്കാൻ. അത് നിർവഹിക്കണം.
അല്ലാതെ മറ്റൊരു തരത്തിൽ ശരീരധർമ്മം നിർവഹിച്ചാൽ കഷ്ടപ്പാടിനെ കണ്ടുകൊണ്ട് യജ്ഞിക്കാതിരിക്കണം. അല്ലാത്ത തരത്തിൽ ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ കഷ്ടപ്പാടുകളെ കണ്ടുകൊണ്ട്, അങ്ങനെ എല്ലാതെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്തുണ്ടാവും? കഷ്ടപ്പാടുണ്ടാവും. നമുക്ക് എന്ന് വെച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പം അത് കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അത് നേടേണ്ടി വരുമ്പോൾ വളരെ കഷ്ടപ്പാടുണ്ടാവും. തോന്നും, അയ്യോ ഇത് നടക്കുന്നില്ലല്ലോ. ഇതങ്ങനെയല്ല, ഞാൻ ചെയ്തു കൊടുക്കുന്നു. എനിക്ക് കിട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. സാഹചര്യമേ വേണ്ട. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് വേണ്ടി എന്ന് പറയുമ്പം അത് നടന്നേ പറ്റും. എനിക്കത് സാധിപ്പിച്ചെടുക്കണമെന്ന ഒരാഗ്രഹം വെച്ചാണ്. അപ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകുന്നത്. അത് തിരിച്ചറിയണം. എന്നിട്ട് 4, അങ്ങനെ കഷ്ടപ്പാടുണ്ടാകുമെന്ന കാര്യം തിരിച്ചറിയണം. അപ്പം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാര്യം എന്താണ്? നമ്മൾ നമുക്ക് വേണ്ടി എന്ന് വെച്ചുകൊണ്ട് എന്തെല്ലോ ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. സിമ്പിൾ കാര്യമാണ്, പക്ഷേ നമുക്കതല്ലാതെ പോകാൻ പറ്റില്ല. കാരണം ഞാനെന്ന ചിന്തയിലൂടെ അതത് ഓരോ ആഗ്രഹമിട്ട് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിച്ചിരിക്കും. നമുക്ക് അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ തന്നെ പോവുക. സ്വാർത്ഥമതികളും എല്ലാം ആവും. അതിലൊന്നും ഒന്നും ചെയ്യാനില്ല. ആ ശക്തി അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആർക്കെങ്കിലും നമ്മളെ കർമ്മം തീരുമ്പോൾ മാത്രം, ഇനി ആ ശക്തിക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് നമുക്ക് വിരക്തി ഉണ്ടാവുക. നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക. ഇത് 4, നിലമുള്ളപ്പോൾ കിടക്ക പോലുള്ളവൻ്റെ ആവശ്യം എന്തിരിക്കുന്നു? എത്രയോ നിലവുണ്ട്. അപ്പോൾ ഉപനിഷത്ത് പറയുന്ന കാര്യമാണ്, വീട് വിട്ടിറങ്ങാനാണ് പറയുന്നത്. ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എവിടെ എത്താനുള്ളത്? സമാധിയിലേക്ക് എത്താനുള്ള വഴിയാണ് ഈ ഉപനിഷത്തല്ല, ഭാഗവതം പറഞ്ഞു തരുന്നത്. നിലമുള്ളപ്പോൾ കിടക്ക പോലെയുള്ളവരുടെ ആവശ്യം. എന്തിനാ ഒരു കിടക്കേണ്ട ആവശ്യം? ആവശ്യമില്ല. നല്ല പരന്ന നിലമുണ്ട്, അവിടെ പോയി കിടന്നാൽ പോരെ. അപ്പം നമുക്കെന്താണ്? വസ്ത്രം, ഭക്ഷണം, വീട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അടിസ്ഥാന പ്രാധാന്യം എന്നെല്ലാം പറയുന്നില്ലേ? ഈ ഭാഗവതം എന്താ പറയുന്നത്? അതൊന്നും ഒരു പ്രശ്നമില്ല. നിലകൊണ്ടൊക്കെ അവിടെ പോയി കിടന്നാൽ മതി, വീടും വേണ്ട. പിന്നെയോ, കൈത്തണ്ടയുള്ളപ്പോൾ തലയണയുടെ ആവശ്യമുണ്ട്. കൈ വെക്കാൻ കൈത്തണ്ടയുണ്ട്, തലയണയുടെ ഒന്നും ആവശ്യമില്ല. അവിടെ പോയി കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കിടന്നാൽ മതി. നമ്മളെല്ലാം ഭയങ്കര ആത്മീയവാദികളാണ്. സനാതന ധർമ്മം, ഹിന്ദുധർമ്മം ഇതാ പറയുന്നത്. വീടൊന്നും ആവശ്യമില്ല, പോയി എവിടെയെങ്കിലും പോയി പാറപ്പുറത്ത് കിടക്ക്, കൈ തലയാണയും വേണ്ട, കൈയെടുത്ത് പിന്നിൽ വെച്ചാൽ മതി. പക്ഷെ ഇവർക്കൊന്നും ഇതൊന്നും പറ്റില്ല, അതൊന്നും കാണില്ല. എന്നിട്ട് രാധേ രാധേ കൃഷ്ണ കൃഷ്ണ. എന്ത് കൃഷ്ണ കൃഷ്ണ, എന്ത് രാധേ രാധേ? ഇവിടെ രാധയും പറയുന്നില്ല, കൃഷ്ണനും പറയുന്നില്ല. നിങ്ങൾ പോയിട്ട് തുറസായ സ്ഥലത്ത് തലങ്ങണിയൊന്നും പറ്റ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി കിടക്കാനാണ് പറയുന്നത്. ആത്മീയത, ബ്രഹ്മസാക്ഷാത്കാരല്ലേ അവനവൻ്റെ ജോലി പോയി ചെയ്യും. ആ ശക്തിക്ക് വേണ്ടി ചെയ്തുകൊണ്ട്, അല്ല നിനക്ക് വേണ്ടി എന്നും പറഞ്ഞു ചെയ്യരുത്. ഇത്രേ വേദം പറയുന്നുള്ളൂ, ഏത് ഉപകരണത്തായാലും പുരാണായാലും. എന്നിട്ട് ഇതൊന്നും പറയാതെ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ. തലയുടെ ആവശ്യമെന്ത്? കൈക്കുമ്പിൾ ഉള്ളപ്പോൾ പലതരം അന്നപാത്രങ്ങൾ. എന്തിനാ പാത്രങ്ങൾ? കൈക്കുമ്പിളുണ്ട്. ഈ കൈക്കുമ്പിൾ തന്നിരിക്കുന്നത് നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ, ഒരു നേരം ഭക്ഷണത്തിന്. അതിനാണ് ഈ കൈക്കുമ്പിൾ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പാത്രം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശക്കുമ്പം കിട്ടുക, ഇത് തന്നെ ധാരാളമാണ്. ഇത് കിട്ടിയാൽ ഒരു നേരത്തേക്കായി. അതിനുള്ള ഡിസൈനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കൈ ഇങ്ങനെ കുമ്പിൾ, വെള്ളവും ഇതാകുക, കുടിക്കുക. വെടിക്ക് ഇങ്ങനെ വെച്ചിട്ട് കുടിക്കാം. അപ്പോൾ ആവശ്യമുള്ള വെള്ളം ചിലപ്പോൾ 1/2 ലിറ്ററോ ഒരു ഗ്ലാസ്സിനെക്കാട്ടി ഉണ്ടെന്ന് തോന്നിയത്. ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അളന്ന് നോക്കിയാൽ ചിലപ്പോൾ ഒരു ഗ്ലാസ്സിനെക്കാട്ടി, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമല്ലേ കുടിക്കുക, അത് മതി. ഇതിങ്ങനെ വിട്ടാണ്. കൈക്കുമ്പിളുണ്ട്, ചോറിനിങ്ങനെയുണ്ട്. നല്ലോണം തിന്നണ്ടവനാണെങ്കിൽ വെടിക്ക് ഇങ്ങനെ വാങ്ങിക്കും. എവിടെയെങ്കിലും പോയിട്ട് നീട്ടിയാൽ മതി, തരും. ഏത് വീട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ തരില്ല എന്ന് പറയാൻ പറ്റും. എല്ലാവരും തരും. ഏത് വീട്ടിൽ പോയിട്ട് എനിക്ക് ഭയങ്കര വിശക്കുന്നത്, കുറച്ച് ഓരോ വന്നാൽ അവർ കുറച്ച് കൊണ്ടിട്ട് തരും.
അതിലൊന്നും ഒരു സംശയമുണ്ട്. അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് അത്ര മനുഷ്യത്വം ഇല്ലാതെ ആൾക്കാരൊന്നും ഈ നാട്ടിലില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആർക്കാ ഇത് ബാധകം? വേദങ്ങളിൽ വിശ്വസിക്കുന്ന, സനാതന വർമ്മത്തിൽ വിശ്വസിക്കുന്ന, എന്താണ് പിന്നെ ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള വഴിയാണിത് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലാതെ വേറെ പണം വെട്ടിപ്പിടിച്ച് ചൂട് കളിച്ച് ആവട്ടെ. പലതരം അന്നപാത്രം എന്തിന്? ദിക്കും മരപുരിയും ഉള്ളപ്പോൾ വസ്ത്രം എന്തിന്? വസ്ത്രവും വേണ്ടെന്നാ പറയുന്നത്. ഉടുതുണി കഴിച്ച് ഉപനിഷത്ത് ഇങ്ങനെയാ പറഞ്ഞത്. ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങാനാണ് പറയുന്നത്. ഇവിടെ ഒരു പൊടിപ്പും തങ്ങലും വെച്ച് പറയുന്നതേ ഉള്ളൂ. ദിക്കുണ്ട്, ദിക്കും മരപുരിയും. അത്യാവശ്യമാണെങ്കിൽ വല്ല മരപുരി എന്തൊക്കെ ഇലയാതെല്ലാം എടുത്തിട്ട് തോലെല്ലാം എടുത്തിട്ടൊന്ന് മറച്ചാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. ദിക്കുണ്ടല്ലോ. ദിക്കുള്ളപ്പോൾ വസ്ത്രം എന്തിനാ? ദിക്ക് നമ്മളെ മോൾ ഭാഗം, മുകളിലുള്ള ദിക്ക് പ്രൊട്ടക്ട് മറച്ചിട്ടുണ്ട്. താഴെ പറിച്ചിട്ടുണ്ട്. വടക്കു ഭാഗം ദിക്ക് വടക്കു ശരീരത്തെ മറച്ചിട്ടുണ്ട്. ഈ ദിക്ക് തന്നെ നമ്മളെ മൂടിയിരിക്കുകയാണ്. വസ്ത്രമായിട്ട് എടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഈ കഥയിൽ കുറച്ച് പൊടിപ്പും തമ്മിൽ വെച്ച് പറയുന്നത്. ഈ പറഞ്ഞോണ്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താ? ഉടുതുണിയില്ലാതെ ഇറങ്ങി പോവുക വീട്ടിൽ നിന്ന്. ആത്മീയമുള്ളവർ, നമ്മുടെ സംസ്കാരം ഇതാണ്, സനാതന ധർമ്മം. വീട്ടിൽ നിന്ന് ഇറങ്ങുക. ശരിയായ സത്യം അതാണ്. ഉടുതുണിയില്ലാതെ ഇറങ്ങിക്കൊള്ളുക. എന്നിട്ട് 5 വഴിയിൽ കീറത്തുണികളില്ലയോ? വഴിയിൽ നിങ്ങൾക്ക് തുണി വേണമെങ്കിൽ കീറത്തുണി ഇഷ്ടംമാരിയുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഏതിലാണ്? ഉപനിഷത്ത് ഇതെല്ലാം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇതെല്ലാം പറയുന്ന സമയം കൊണ്ട് ആ ഭാഗവതം പറയാം. ഭാഗവതത്തിൽ പറയുമ്പോൾ ഇതെല്ലാം തന്നെയാണ് പറയുന്നത്. ഞാൻ ഉപനിഷത്തിൽ എന്താണോ പറഞ്ഞത് അതെല്ലാം തന്നെയാണ് ഭാഗവതത്തിലൂടെയും പറയുന്നത്. പക്ഷെ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭാഗവതം തന്നെ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്നാണ്. അതുകൊണ്ടാണ് എന്നോടിത് നോക്കാൻ പറഞ്ഞത്. അതിലും എനിക്ക് പറയാൻ കിട്ടുന്ന ഇതെല്ലാം തന്നെ ഉപരിടത്ത് പറഞ്ഞു. വഴിയിൽ കീറത്തുണികളില്ലയോ? ആ കീറത്തുണി എടുത്ത് വേടിക്ക് മണച്ചാൽ മതി. തുടക്കാനും എല്ലാം വേണ്ടിക്ക് അതെടുത്താൽ മതി. വൃക്ഷങ്ങൾ ഭിക്ഷ നൽകുകയും, വൃക്ഷങ്ങൾ പഴയ മാങ്ങ ഉണ്ടാകുന്ന കാലത്താണെങ്കിൽ മാങ്ങ ഇങ്ങനെ റോട്ടുമ്മൽ വീണ് കിടക്കും. എടുത്ത് ഒരു മാങ്ങ എടുത്ത് നിന്നാൽ പോലെ. വൃക്ഷങ്ങളിൽ അതിനാണ് കാട്ടിൽ പോകാൻ പറയുന്നത്. ഇവിടെ മരയിലും പറ്റി നശിപ്പിച്ചുകൊണ്ട് കിട്ടില്ല. അതുകൊണ്ട് കാട്ടിൽ പോയാൽ അവിടെ നല്ലതും ആ വീട് കിടക്കുന്നതിൻ്റെ അടുത്ത് തിന്നാൽ മതി. പുഴകൾ വരണ്ടുപോയോ? വെള്ളം കുടിക്കാൻ എന്താ പുഴയില്ലാതിരിക്കുന്നത്? വരണ്ടു പോയിട്ടുണ്ടോ നിങ്ങളെ നാട്ടിൽ? പുഴയെല്ലാം പറ്റിപ്പോയോ എന്നാണ് ചോദിക്കുന്നത്. വെള്ളം ഇഷ്ടംമാതിരി അവിടെ ഉണ്ട്. ഗുഹകൾ അടഞ്ഞുപോയോ? എന്താ ഗുഹയെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്. ആ ഗുഹയിലാറ്റം പോയി കിടന്നാൽ മതി. എന്തിനാ വീട്? പ്രകൃതിയിലെല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം. ഇതാണ് സനാതനധർമ്മം. വേദം ഉപദേശിക്കുന്ന സനാതനധർമ്മം. ശരണാഗതരെ ഭഗവാൻ പരിപാലിക്കുകയില്ലേ? ഇങ്ങനെ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ആൾക്കാരെ ഈശ്വരൻ പരിപാലിക്കില്ല എന്ന് പേടിയുണ്ടോ? നിങ്ങളെ ആരോഗ്യം നോക്കി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആ ശക്തി ഈശ്വരന് നല്ല ശക്തിയുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അത് തന്നെ വേദം പറയുന്നത്. അത് തന്നെ ഉള്ളിൽ കിടന്നുകൊണ്ട് അത് തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. അത് നയിക്കുമ്പം പിന്നെ നമ്മളിൽ കിടന്ന് പുറത്ത് കിടന്നിട്ട് ഭയക്കുന്ന എന്തിന്? പിന്നെ എന്തിന് വിവേകികൾ ധനദാനാദികളാൽ കണ്ണകഞ്ഞു പോയവരെ സേവിക്കുന്നു? പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ പിന്നാലെ, ധനത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ധനമോഹികളുടെ അവരുടെ കണ്ണടഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് വല്ലവൻ്റെ പിന്നാലെയും നമ്മൾ, കാരണം പണക്കാരൻ്റെ എല്ലാം പിന്നാലെ, വല്ല പണക്കാരൻ്റെയും പിന്നാലെ സേവ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ ആത്മീയവാദികൾ എന്നെല്ലാം പറയുന്നവർ പണമുള്ളവൻ്റെ പിന്നാലെ നടക്കുകയാണ്. നമ്മൾ യൂട്യൂബ് കണ്ടിട്ടില്ലേ? പണമുള്ളവൻ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ പിന്നാലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവർ ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല വിശ്വാസികളാണ്.
ആത്മീയവാദികളാണ്, ഭയങ്കര ആത്മീയവാദികളാണ്. എന്നിട്ട് പണമുള്ളവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഈ ഭാഗവതം പറയുന്നത് എന്തിനിങ്ങനെ പിന്നാലെ നടക്കുന്നത്? അതും ഭാഗവതത്തിൻ്റെ പേരും പറഞ്ഞ്, ആത്മീയതയുടെ പേരും പറഞ്ഞ് ഈ കണ്ട പണക്കാരൻ്റെ പിന്നാലെ അവർക്കാട്ടെങ്കിൽ കണ്ണ് കാണുകയില്ല. എന്നിട്ട് അവനെയും സേവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഭാഗത്തല്ല, പീഡിപ്പിച്ച അവൻ പണക്കാരനാണെങ്കിൽ, അല്ല ഒരു പിച്ചക്കാരൻ, ഒരു ഹിന്ദി വേറെ നാട്ടിൽ നിന്നെല്ലാം വരുന്നവരാണെങ്കിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഓമാണ് പത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്യ ആൾക്കാർ വന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു രക്ഷയില്ല ആകെ എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഒരു പണക്കാരനാണെങ്കിലോ അത് പെണ്ണിൻ്റെ കുഴപ്പമാണ്, അവളെ വസ്ത്രത്തിൻ്റെ ആ വസ്ത്രം ഒരു മൂല കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ട്, അങ്ങനെ നീങ്ങിയതല്ലേ എന്നുള്ള പറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലാണ്. ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. എന്നിട്ട് പറയും നമ്മൾ ആർഷഭാരത സംസ്കാരം എന്നെല്ലാം പറയും, ചെയ്യും. ഇതൊന്നുമല്ല ഭാഗവതം. ഭാഗവതം ശരിക്കും വരികൾ വെച്ച് പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുക. അപ്പോഴാണ് ഭാരത സംസ്കാരത്തെ പറ്റി മനസ്സിലാക്കാൻ പോകുന്നത്. ഇതെല്ലാം ഭാരത സംസ്കാരം എന്നല്ല, ഇത് വിദേശത്തു നിന്ന് വന്ന സംസ്കാരങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ വിദേശികളെ പിന്നാലെ പോയി ഭാരതത്തിൻ്റെ പുസ്തകങ്ങൾ മനസ്സിലാക്കാതെ പേര് ഭാരത സംസ്കാരം എന്ന് പറയും, പിന്തുടരുന്നവർ മുഴുവൻ വിദേശികൾക്ക് നിന്ന് വന്ന ഈ വേദവസ്തുക്കളിൽ നിന്ന് പുറത്തു നിന്ന് വന്ന സംസ്കാരമാണ്. ഇനി 6, ഇപ്രകാരം നടക്കുമ്പോൾ എന്ത് വരും? വിരക്തി വരും. അപ്പം നമ്മളെ അടിസ്ഥാന ആവശ്യം എന്താണ്? വിരക്തി വരണം. 6. അപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചാലേ വിരക്തി വരുള്ളൂ. ഇത് ചെയ്താൽ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ വിരക്തനായി. വിരക്തി വന്നിട്ടേ പിന്നെ സമാധിനെ പറ്റിയുള്ള ചിന്തിക്കണ്ടു. അല്ല വീട്ടിലെ ഭാര്യയും മക്കളുമായിട്ട് താമസിച്ച് എല്ലാം സുഖ ഇതായിട്ട് നിന്നിട്ട് ഒരു ദിവസം പോയിട്ട് ഞാൻ സമാധി അടയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേദങ്ങൾ അംഗീകരിക്കുന്നില്ല. ഭാഗവതവും നിശിതമായിട്ട് നമുക്ക് ഇതെല്ലാം നടക്കുന്ന കാര്യമല്ല. ഇത്തരത്തിൽ വേണം പോകാൻ. ഇപ്രകാരം വിരക്തി എത്തിയാൽ തൻ്റെ ഹൃദയത്തിൽ തന്നെ ഉള്ളവനും, അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ഈശ്വരൻ തൻ്റെ ഉള്ളിലാണുള്ളത്. അല്ലാതെ അമ്പലവും കെട്ടിയിട്ട് അമ്പലത്തിലെ പ്രതിമയും നോക്കിയിട്ടല്ല നടക്കേണ്ടത്. ഈശ്വരൻ. ഇത്തരം വിരക്തി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് തൻ്റെ ഹൃദയത്തിൽ ഉള്ളവനും പ്രിയങ്കരനുമായ ആത്മാവ്, എനിക്ക് പ്രിയപ്പെട്ട ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ ശക്തി സത്യമൂർത്തിയായും ഭജനയോഗ്യനായും നിത്യനുമായ സർവേശ്വരൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ വിരക്തി വരുമ്പോൾ പുറത്ത് പിന്നെ ബിംബങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആസക്തിയില്ലാതെ വിരക്തി വന്ന് തന്നിൽ തന്നെ ആത്മാവിൽ ഹൃദയത്തെ ആ പരമേശ്വരനെ ദർശിക്കും. അപ്പോഴാണ് വിരക്തി വന്നു ആയി. പിന്നെ ചെയ്യേണ്ടത് എന്താണ് നോക്കാം. അതിനെ അപ്പോഴെന്തിനു വേണം? അതിനെ സുനിശ്ചിതമായ രൂപത്തോടും, അതിനൊരു രൂപം സങ്കല്പിക്കണം. അതിനൊരു നമ്മളെ മനസ്സിലുള്ള ആ ശക്തിയെ ഇനി നമ്മളെല്ലാം മനസ്സിലൂടെയാണ് ആ ഒരു മനസ്സിൽ അതിനെ ഒരു രൂപമായി സങ്കല്പിച്ചുകൊണ്ട് പിന്നെ ആ രൂപത്തെയും കളഞ്ഞുകൊണ്ട് ക്രമത്തിൽ ഉള്ളിലേക്ക് പോയി സമാധിയിലെത്തുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് വേണം? നമ്മളൊരു നമുക്കൊന്നുമില്ലാതെ ഒരു രൂപത്തെ പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ക്രമത്തിൽ ഗ്രാജുവലായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വേണം? ഒരു സുനിശ്ചിതമായ രൂപം മനസ്സിൽ കാണണം. അതിനാണ് അവർ ഈ രൂപങ്ങൾ വരച്ചു തന്നിരിക്കുന്നത്. എന്താണ് നോക്കാം. ആനന്ദസ്വരൂപനായിട്ടുള്ളവനായും കണ്ട് ഭജിക്കുക. എന്നിട്ട് നമ്മിൽ തന്നെ ഉള്ളിലാണുള്ളത്, പുറത്തെ ബിംബമെല്ലാം വിട്ട് ഉള്ളിൽ ഒരു രൂപത്തിൽ ആദ്യം സങ്കല്പിക്കണം. എന്നിട്ട് പിന്നെ രൂപം എടുത്ത് കളയണം. ആദ്യം ഒരു രൂപത്തിലേ നമുക്ക് ആ കൃഷ്ണനെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു രൂപം വരും. അത്തരത്തിൽ ഇവിടെ കൃഷ്ണനെയല്ല പറയുന്നത്, പറയാൻ പോകുന്നത് വിഷ്ണുവിനെയാണ്. അല്ലെ ആ ബ്രഹ്മത്തിൻ്റെ വേറെ അടുത്ത രൂപമാണ്.
അതിലൂടെ അജ്ഞാനം നശിച്ച് ജനന മരണ പ്രജ്ഞയിൽ നിന്ന് മുക്തമാകും. അജ്ഞാനം ഉള്ളിലേക്ക് വലിയ രൂപത്തെ ഉള്ളിൽ ദർശിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അജ്ഞാനെല്ലാം നശിച്ചിട്ട് നമ്മളെന്താകും മുക്തിയായിട്ട്, പിന്നെ ജനന മരണമില്ല. ഇനി 7 പറയുന്നു മൃഗങ്ങളെ മൃഗങ്ങളെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ പോലെയുള്ള നമ്മളിപ്പോഴും മൃഗങ്ങൾക്ക് സമാനമാണ്. ആ മൃഗസമാനമായ നമ്മുടെ ജീവിതം, മൃഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? മൃഗങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വ്യത്യാസമൊന്നുമില്ല. എന്തിലേ വ്യത്യാസമുള്ളൂ? ബുദ്ധി ഉപയോഗിച്ചിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് മൃഗത്തിൽ നിന്ന് വേർപ്പെടുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ ജീവിച്ചു പോകും. മൃഗം ചെയ്യുന്നതും അത് തന്നെയാണ്, എല്ലാ മൃഗവും ചെയ്ത് തന്നെയാണ്. ഇപ്പം പശു ചെയ്യുന്നത് തന്നെയാണ് പശുക്കുട്ടിയും പോയി നാളെ ചെയ്യാൻ പോകുന്നത്. നമ്മളും അങ്ങനെ തന്നെ ചെയ്തു പോകണം. അത് മൃഗസമ്മാനമാണ്, അതിൽ നിന്ന് ഉയരണം. അപ്പം മൃഗങ്ങളെ ഒഴിവാക്കണം, നമ്മിലെ മൃഗസ്വഭാവം ഒഴിവാക്കണം, സംസാര ഗർത്തത്തിൽ നിപതിക്കുന്നത് ഒഴിവാക്കണം, ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളിൽ വിഷയങ്ങളിൽ താല്പര്യത്തിൽ ഓടി അടക്കുന്നത് ഒഴിവാക്കണം. അതായത് പ്രപഞ്ച കാര്യങ്ങളിൽ നിന്നങ്ങ് വിടണം. സ്വകർമ്മഫലമായ താപത്രയത്താൽ അനുഭവിക്കുന്ന ജനത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ജനങ്ങളെയെല്ലാം നോക്കിയാൽ മതി. എത്രമാത്രം ഈ താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രിഗുണാത്മകമായ കർമ്മങ്ങളിലൂടെ എന്നിട്ടെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ട് ആകെ കഷ്ടപ്പാട്. ഏത് മനുഷ്യനോട് ചോദിച്ചാൽ ആകെ കഷ്ടപ്പാട്, ഒന്നും ശരിയാ. കാരണം നടക്കാൻ പോകുന്നില്ല. അവനിൽ ഒരാഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് മരിക്കുന്നത് വരെ അവനെ ഓടിക്കും, അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. കാരണം ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കും. ആഗ്രഹം പൂർത്തിയായാലല്ലേ നമുക്കൊരു എൻ്റെ ആഗ്രഹം സാധിച്ചിരുന്നു, അടുത്ത നിമിഷം വേറെ കയറി വരും, വേറെ കർമ്മം ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നട്ടം തിരിയുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുന്ന. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിയുള്ള ആരെങ്കിലും ആ പരമാത്മാവിനെ ആരാധിക്കാതെ അസത്തായ വിഷയചിന്തയെ കൈക്കൊള്ളുകയും ആ അസത്തായ വിഷയങ്ങളുടെ പിന്നാലെ ആരെങ്കിലും ഈ ജനം മുഴുവൻ ഇങ്ങനെ നട്ടം തിരിയുന്ന കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുമോ? എന്നിട്ട് 8 മുതൽ 12 വരെ പറയുന്നു. ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലരേ ഉള്ളൂ, ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. യേശുവിനെയും മനസ്സിൽ ധ്യാനിക്കാം, അള്ളാഹ്ക്ക് രൂപമില്ലല്ലോ, ഇപ്പം ചെയ്യാൻ പറ്റും. യേശുവിനെ മനസ്സിൽ ധ്യാനിക്കാം. അപ്പം നമ്മൾ ആദ്യം ആ ഒരു രൂപത്തിൽ നമ്മളെ മനസ്സിൽ ഉള്ളിൽ കാണണം. നമ്മൾ പുറത്തുള്ളതിനെല്ലാം ഉള്ളിലേക്ക് എടുത്തിട്ട് ഉള്ളോട്ട് പോയി ബ്രഹ്മത്തിലേക്ക് പോകാൻ പോകണം. ഉള്ളിലാണ് ആ പരമേശ്വരനുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അതിലേക്ക് എത്തിക്കുകയാണ്. ബാഹ്യ കാര്യങ്ങളെല്ലാം വിട്ട് ഉള്ളിലേക്ക്, വീട് കുടുംബം എല്ലാം ആദ്യം വിട്ട് തുണി അടക്കം ഉപേക്ഷിച്ചിട്ടാണ് പോയി ഇരിക്കാൻ പറഞ്ഞത്. ഇനി നമ്മിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഒരു രൂപത്തിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ മനസ്സിൽ കൃഷ്ണനെ ചിന്തിച്ചോളുക. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരും ഒരു പടം, ഒരു മയിൽ കിളി മറ്റേ എല്ലാം. ഇവിടെ എന്താ പറയുന്നത്? ചിലർ ഹൃദയത്തിൽ കേവലം ചാൺ വലുപ്പമുള്ള രൂപത്തിൽ, ഒരു ചാണിൻ്റെ രൂപത്തിൽ എന്തിനെ കാണാൻ ശ്രമിക്കും? കുടികൊള്ളുന്ന ഇവന് 4 ഭുജങ്ങളുണ്ട്. ഏത് രൂപത്തിലാണ് കാണാൻ പോകുന്നത്? വിഷ്ണുവിൻ്റെ രൂപത്തിലാണ്. കൃഷ്ണനെ എല്ലാം വിട്ട് രാധേയെല്ലാം ഇവിടെ 4 ഭുജങ്ങൾ. താമര, ചക്രം, ശംഖ് ഇതെല്ലാം യോടുകൂടി ആ പടത്തിലുള്ള എല്ലാം ഒന്നും പറയുന്നില്ല ഇവിടെ, വെറുതെ സമയം കളയുന്നില്ല. താമരദളം പോലെയാണ് കണ്ണ്. അപ്പം നമ്മൾ എങ്ങനെ ചിന്തിക്കണം? മനസ്സിലാകണ്ട ആ വിഷ്ണു കണ്ണ് നല്ല, കൃഷ്ണനും ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല താമരേൻ്റെ കണ്ണുമാലി അങ്ങ് മനസ്സിൽ കാണണം. കൃഷ്ണനെ മനസ്സിൽ കാണിയാണ്, അല്ലെങ്കിൽ വിഷ്ണുവിനെ കാണിയാണ്, അല്ലെങ്കിൽ യേശുവിനെ കാണിയാണ്. യേശുവിനെ താമരയുടെ കണ്ണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ത് സങ്കല്പി ഇങ്ങനെ ചിന്തിച്ചാൽ മതി.
താമര പോലുള്ള കണ്ണുള്ള യേശുവിൻ്റെ കണ്ട, യേശുവിൻ്റെ കണ്ണ് കണ്ട നല്ല താമര പോലെ ഉള്ളിൽ ചിന്തിക്കാനാണ് പറയുന്നത്. മഞ്ഞപ്പുടവയുടുത്ത്, മഞ്ഞ വേണമെന്നൊന്നുമില്ല, വെള്ളയായ ആ യേശുവിൻ്റെ കണ്ട നല്ല വെള്ള ഉടുപ്പ് കണ്ട. കൃഷ്ണൻ്റെ ആണെങ്കിൽ മഞ്ഞപ്പുടവ്, അത് കുഴപ്പമൊന്നുമില്ല. ഏതാ നമുക്ക് വേണ്ടി, ചിലരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചോ. പക്ഷെ ആദ്യം വീട് വിട്ടിറങ്ങും. പരിപാടിയിലൊന്നും വേറെ പരിപാടിയൊന്നുമില്ല. വീടും കുടുംബത്തെ അല്ല ഉപേക്ഷിക്കണം. ഇതിൻ്റെ വല്ല പറപ്പുറത്ത് ഇരുന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കുടിക്കാൻ എന്തെങ്കിലും വല്ല അടന്ന് കിട്ടും, അതിലടുത്തൊന്ന് മറച്ചാൽ മതി തൽക്കാലം. വെള്ളമെല്ലാം കുടിക്കേണ്ട എന്തൊക്കെ അത്യാവശ്യം എല്ലാം അവിടെ അടുത്ത അരുവിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതി. വെള്ളം കിട്ടും, നല്ല നിരപ്പുണ്ട്, അവിടെ കിടക്കുകയും ചെയ്യാം. പിന്നെന്താ വേണ്ടത്? ഒന്നിൻ്റെ ആവശ്യമില്ല. മഹാരത്നങ്ങൾ പണിച്ച തോൾ വളകളും. പക്ഷേ കൃഷ്ണനാമം നല്ല തോളിന് വളയങ്ങളുണ്ട്. പക്ഷേ യേശുവിനകത്തൊന്നുമില്ല. യേശുവിനെ പിന്നെ വടി ചിന്തിച്ചാൽ ഒരു വടിയുണ്ടല്ലോ കയ്യിൽ, അത് ചിന്തിച്ചാൽ പിന്നെ ഒരു താടിയുണ്ട് ഉണ്ടെന്ന് തോന്നി. മുടി അങ്ങനെ അതെല്ലാം ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. പതിച്ച തോൾ വളകളും മിന്നിത്തിളങ്ങുന്ന രത്നക്കിരീടവും. വിഷ്ണുവിനാകുമ്പോൾ നല്ല കിരീടമെല്ലാം ഉണ്ട്. വത്സാങ്കിതമായി കൗസ്തുകമാലയോടുകൂടിയും പിന്നെ മാലയെല്ലാം വനമാലയെല്ലാം അണിഞ്ഞിട്ട് പിന്നെ ചിലങ്കിയും വളയെല്ലാം ഉണ്ട് അണിഞ്ഞിരിക്കുന്ന കിളിക്കൊഞ്ചലുമായി നിൽക്കുന്ന കടാക്ഷം, വീക്ഷണമുണ്ട്, കടാക്ഷം ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേക നോട്ടത്തോടുകൂടിയും ആ പുരുഷനെ സ്മരിക്കണം. അപ്പോൾ ആ ഒരു നമ്മളെ ഭാവനയിൽ അവർ വരച്ചു തന്നിരിക്കുന്ന രൂപത്തിൽ നമ്മൾ കൃഷ്ണനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. നമ്മൾ പുറത്തുനിന്ന് ഇതെന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. പുറത്തുള്ള കാര്യമായിട്ട് നമ്മൾ ബന്ധം വിട്ടു, വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു, തുറസമായ സ്ഥലത്തിരുന്നു. എന്നിട്ടാണ് നമ്മളിങ്ങനെ ആ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്ത് ചെയ്തോണം. അപ്പോൾ ആ രൂപം കണ്ട തെളിഞ്ഞു വരുന്നുണ്ട്, മയിൽപ്പിലിയുടെ കിടക്കുന്നു, കണ്ണ് നല്ല ഇതുണ്ട്. ഇതെല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ടാണ്, ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. ഇതൊന്നും വലിയ പ്രയാസമൊന്നുമില്ല, ഇത് ചിന്തിച്ചാൽ മതി, ഭാവനയിൽ കാണുന്നു. ഇത്തരത്തിൽ മനസ്സിൽ ഉറക്കുന്നത് വരെ ധ്യാനിക്കുക. അങ്ങനെ എപ്പോഴും അങ്ങനെ ഏത് സമയം ഇരുന്നോളണം അവിടെ. പിന്നെ വീട്ടുകാരെയൊന്നും ചിന്തിക്കാതിരിക്കാനാണ് ഈ പാടുപെടുന്നത്. കൃഷ്ണനെ ചിന്തിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ വിഷ്ണുവിനെ. ഒന്നും വേണ്ട, യേശുവിനെ ആ രൂപം വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത്തരത്തിൽ ചിന്തിച്ചാൽ മതി. അങ്ങനെയൊന്നും ഉണ്ടെങ്കിലേ നമുക്ക് ആദ്യം അല്ലാതെ ഉള്ളിലും ഒന്നുമില്ലാതെ എങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ മനസ്സിൽ ആ രൂപം ഉറച്ചു വരണം. കുറേ ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം മനസ്സ് കണ്ണ് മൂട്ടുമ്പം ആ കൃഷ്ണൻ്റെ രൂപം വരും, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ രൂപം, അല്ലെങ്കിൽ യേശുവിൻ്റെ രൂപം ഇങ്ങനെ വരും. ഇനി 13, ശ്രീഹരിയുടെ തിരുമുടി മുതൽ, ഒരിക്കലും കൂടി പറയാണ്, ആ തിരുമുടി മുതൽ ചിന്തിക്കുന്ന എങ്ങനെ തുടങ്ങണം? മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പാദം വരെ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം. നമ്മളെ ചിന്ത വേറെ പോവാതിരിക്കാനാണ് ഈ പരിപാടി. വളരെ സിമ്പിളായ പരിപാടിയാണ്, ചിലവൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ ഏതൊരു പാറപ്പുറത്ത് ആരും ശല്യമില്ലാതെ അടുത്ത് പോയി ഇരിക്കുക. ആളൊന്നും വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സൗണ്ടെല്ലാം കേട്ട് കഴിഞ്ഞ് ഈ പരിപാടി നടക്കില്ല. അതുകൊണ്ട് ആ കാട്ടിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് തിരുമുഖം വരെയുള്ള അവയവങ്ങളെ ഓരോന്നോരോന്നായി ബുദ്ധി കൊണ്ട് ധ്യാനിക്കണം. ബുദ്ധി കൊണ്ട് ഇങ്ങനെ ഓരോന്നും കണ്ട, മയിൽപ്പീലി കണ്ട, പിന്നെ അതിൻ്റെ അടിയിൽ ആ നല്ല കണ്ണുണ്ട്. ആ രൂപം നമ്മളെ മനസ്സിൽ തെളിഞ്ഞു കരഞ്ഞ് വരണം. ബുദ്ധി ശുദ്ധമായി ഭവിക്കുന്നതിനനുസരിച്ച് ആ അവയവങ്ങളെ വിട്ട്, അപ്പം ബുദ്ധി ഏകദേശം ആ രൂപം നമ്മളെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ രൂപത്തെ അങ്ങ് വിട്ടേക്കണം. പിന്നെ രൂപം ചിന്തിക്കണ്ട. അപ്പം നമുക്ക് രൂപത്തിന് വേണ്ടിയാണ് ആദ്യം, നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുസ്ലിങ്ങളാണെങ്കിൽ ഇതിൻ്റെ സഹായമൊന്നുമില്ല. ആദ്യം തന്നെ കണ്ണടച്ചിട്ട് അവിടെ പോയി ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഒന്നുമില്ലാതെ ആ രൂപത്തെ അങ്ങ് സങ്കല്പിച്ചാൽ നമുക്കത് പറ്റില്ല, എല്ലാവർക്കും ഒന്നും അത് പറ്റില്ല.
പക്ഷെ യോഗികളെല്ലാകുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ, ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് ശൂന്യം ശൂന്യം എന്ന നിലയിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് അള്ളാഹാണ്, രൂപവും ഭാവവും ഇല്ല. പക്ഷെ ഇവിടെയും പറയുന്നത് എന്താണ്, കുറേ അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം എത്തുമ്പോൾ എന്ത് പറ്റും, രൂപമൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എന്തിനാണ് ഈ രൂപം പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, നമ്മളെ സൗകര്യത്തിനാണ്. അല്ലാതെ നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളെ ചിന്ത പല വഴിക്കും. നേരെ മറിച്ച് ആ പടം മനസ്സിൽ കാണാൻ ചിന്തിച്ചുകൊണ്ട് ഓരോ അവയവമായിട്ട് ചിന്തിച്ചുകൊണ്ട് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് വേറെയിലേക്ക് പോകില്ല. അങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ എന്താവും, ശൂന്യമായ അവസാനം. അങ്ങനെ ബുദ്ധി ഉറച്ചു വരുമ്പോൾ ആ അവയവങ്ങളെ വിട്ടിട്ട് അതിന് മീതേ ഉള്ളതിനെ ധ്യാനിക്കണം. ആ അവയവങ്ങളെല്ലാം വിട്ടിട്ട് അതിന് മീതേയുള്ള ആ നിർഗുണമായ ബ്രഹ്മത്തെ ധ്യാനിക്കുക. ഇങ്ങനെ അങ്ങ് ഇരുന്നോളണം. അല്ലാതെ ഒരു ദിവസം നേരെ എണീറ്റിട്ട് ഞാൻ ഇതാ ഇപ്പം 2 മണിക്കൂർ കഴിയുമ്പോൾ സമാധി ഒന്നും പറഞ്ഞാൽ അവിടെ പോയിട്ട് സമാധിയാനൊന്നും പറ്റില്ല. ഇനി 14 പരമദേവന്മാരായ ബ്രഹ്മാദികൾ പോലും യാതൊന്നിൻ്റെ വളരെ വളരെ താഴെയാണോ അങ്ങനെയുള്ള സർവ നിയന്താവും. അപ്പം ബ്രഹ്മാദികളെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ എത്രയോ താഴെയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇടത്തേക്ക് എത്തുന്നത് ബ്രഹ്മത്തിൽ. ഇതിലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഏകദേശം ഒരേ ലെവലല്ല. അപ്പം അതിലും കൂടെ പോയി രാധയിൽ എപ്പോഴേ പോയി. അതിന് പിന്നെ കഥയിൽ വേറെ ഇടത്തെല്ലാം ഇടക്കിടക്ക് കയറി തിരിഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ എത്തണം, ആ ബ്രഹ്മത്തിൽ. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെല്ലാം കളയണം, അതങ്ങ് താഴെ കിടക്കുകയാണ്. അപ്പോൾ പരമദേവന്മാരായ ബ്രഹ്മാദികൾ പോലും ഏതൊന്നിൻ്റെ വളരെ വളരെ താഴെയാണോ അങ്ങനെയുള്ള സർവനിയന്താവും സർവത്തിൻ്റെ സാക്ഷിയുമായ ശ്രീഹരിയിൽ ഭക്തിയോഗം ഉളവാകാതിരിക്കുന്നതുവരെ ഈ സ്ഥൂല രൂപത്തെ നിത്യകർമാനുഷ്ഠാനത്തിന് ശേഷം ഏകാഗ്രചിത്തരായി ധ്യാനിക്കണം. അങ്ങനെ ഒരു രൂപവുമില്ലാത്ത ശ്രീഹരിയിൽ ബുദ്ധി എത്താത്തിടത്തോളം കാലം മനസ്സിൽ ഈ രൂപം ചിന്തിച്ചുകൊണ്ട് കർമ്മമുണ്ടെങ്കിൽ നമ്മളെ കർമ്മം തീർത്തിട്ടല്ലേ പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞ ജോലി മുഴുവൻ തീർത്തിട്ട് ഇപ്പരി പടിക്കിറങ്ങാൻ പറ്റും. നമുക്ക് സഞ്ചിതമായ നമ്മളെ സൃഷ്ടിച്ച കുറേ കർമ്മങ്ങളുണ്ട്. റോഡ് വെട്ടലാണെങ്കിൽ റോഡ് വെട്ടൽ, സ്കൂളിൽ പഠിപ്പിക്കലാണെങ്കിൽ പഠിപ്പിക്കൽ, അതെല്ലാം തീർത്തതിൻ്റെ ശേഷം അങ്ങോട്ട് കേൾക്കും. അതുകൊണ്ട് കർമ്മമെല്ലാം ചെയ്തതിൻ്റെ ശേഷം, ആ ജോലി ചെയ്തതിൻ്റെ ശേഷം നേരെ പോയിട്ട് ഇങ്ങനെ ആദ്യം ചെയ്യേണ്ടത് ഈ മനസ്സിൽ ഇങ്ങനെ രൂപത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഏതുവരെ? അവസാനം ഈ രൂപവും പോയിട്ട് ഉള്ളിലൊരു ശൂന്യമായ അവസ്ഥയിൽ. അതിൻ്റെ 15 പറയുന്നു, അങ്ങനെ ഇന്ദ്രിയജയം സാധിച്ച യോഗി ഏത് നേരത്തും ഈ ലോകത്തെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ എത്തിയാൽ പിന്നെ അവനെന്ത് ചെയ്യാം, ഈ ലോകത്തെ തന്നെ ഉപേക്ഷിച്ചു കഴിയും. പിന്നെ അവന് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കാലത്ത് കാലദേശത്തിൽ മനസ്സ് ചെലുത്തണ്ട. പിന്നെ കാലവും ദേശവുമായിട്ട് ഒരു ബന്ധവും. ഈ ലോകം തന്നെ പോകുന്നുണ്ടോയെന്നും അറിയില്ല, ഏത് ദേശത്താണെന്നും അറിയില്ല. പിന്നെ എന്ത് വേണം, സ്ഥിരമായി ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കണം. അപ്പം ഈ ലോകമായിട്ടെല്ലാം വിട്ടു, മാനസികമായി ലോകവുമായിട്ട് വിട്ടു 100% വിരക്തിയെ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് പോയിരുന്ന് സുഖമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ആസനം അഭ്യസിക്കുക. പിന്നെയാണ് യോഗാസനം ചെയ്യേണ്ടത്. അപ്പം ഇത്രയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുന്നില്ല, ബ്രഹ്മമേ ഉള്ളൂ. നമ്മൾ കണ്ണ് കൂട്ടുമ്പോൾ ആ നിർഗുണമായ ബ്രഹ്മം. പിന്നെ പ്രതിമേൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ മനസ്സ് പ്രാക്ടീസായി രൂപത്തൊന്നും പിന്നെ ചിന്തിക്കണം. പിന്നെ ഒന്നുമില്ലാതെ തന്നെ ചിന്തിക്കാം. ബ്രഹ്മം ഒന്നുമില്ല, അതിന് രൂപവും ഭാവമൊന്നുമില്ല. ആ അവസ്ഥയിലേക്ക് മനസ്സ് വന്നു. പിന്നെ യോഗാഭ്യാസം പ്രാക്ടീസ് ചെയ്യും.
നിന്റെ പ്രാണനെ നിയന്ത്രിക്കണം. പ്രാണം, ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കണം. പിന്നെയാണ് ഇനി ശരീരത്തിനെ എല്ലാം ഉള്ളോട്ടേക്ക് വലിക്കാൻ പോകുന്നത്. പിന്നെ സ്ഥിരബുദ്ധിയോടെ മനസ്സിനെ അടക്കി അതിനെ ജീവനിൽ നിലനിർത്തുക. പിന്നെ മനസ്സിനെ ജീവനിലേക്ക് കൊണ്ടുപോയി ജീവനെ അന്തരാത്മാവിലേക്കും അന്തരാത്മാവിനെ പരമാത്മാവിലും ഏകീകരിക്കുക. പിന്നെയുള്ള ശ്രമം എന്താണ്? ഇതിനെല്ലാം കൊണ്ടിട്ട് ആ പരമാത്മാ മനസ്സും എല്ലാ അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം അതിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ്. അതിനുശേഷം കർമ്മവൃത്തിയിൽ നിന്നും വിരമിക്കാം. അപ്പം ഈ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകമായിട്ട് ഒരു കർമ്മവുമില്ല. പിന്നെ അവന് കർമ്മമൊന്നും ചെയ്യണ്ട, അവനൊരു കർമ്മവും ഇല്ല. അവൻ ആ സ്റ്റേജിലെത്തി. പിന്നെ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. സമാധിയായില്ലേ എന്നും. അപ്പം ഇതോടുകൂടി ലോകമായിട്ടുള്ള അവൻ്റെ ബന്ധം തീർന്നു. പിന്നും കിടക്കുന്ന പണി കുറയും. എന്നിട്ട് 17 പിന്നെ ആ പരമതത്വ രൂപത്തിൽ കാലഗതിക്ക് പോലെ നിയന്ത്രണമില്ല. അപ്പൊ ആ പരമമായ സ്വരൂപത്തെ കാലഗതിക്ക് പോലെ നിയന്ത്രണമില്ല. അതായത് കാലത്തിനൊന്നും പിന്നെ ആ വ്യക്തിയിൽ ഒരു സ്വാധീനവും ചെലുത്തില്ല. കാലം ഉണ്ടാകുന്നതുമായിട്ട് കാലത്തിലുണ്ടാകുന്ന ഓരോ കാലം വരുമ്പോൾ നമുക്ക് പിന്നെ അതുമായിട്ട് ആ കാലത്തിനൊന്നും നമ്മളിലൊരു സ്വാധീനവുമില്ല. 17 പറയാണ്, ലോകപാലകരായ ദേവതകൾക്ക് പിന്നെ അവിടെ ഒരു കാര്യവുമില്ല. പിന്നെ ഈ ദേവതകൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കൊന്നും നമ്മുടെ കാര്യത്തിൽ തലയിടാനും പറ്റില്ല, സൂര്യനും പറ്റില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വിചാരിച്ചാലും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സ്വാധീനമില്ല, നശിച്ചു. അവരെല്ലാം നിസ്സാരമായി. നമ്മളങ്ങ് ബ്രഹ്മത്തിൻ്റെ അടുത്തെത്തിപ്പോയി. പിന്നെ മറ്റുള്ളവരുടെ കാര്യമാണ്. സൂര്യനൊന്നും ഗ്രഹങ്ങൾക്കൊന്നും ജ്യോതിഷത്തിനൊന്നും നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാലുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ഗ്രഹങ്ങളൊന്നും പിന്നെ നമ്മളെ ജ്യോതിഷയുടെ അടുത്ത് ദൂരെ കളയാം. ജ്യോതിഷത്തിലും ശനിയുടെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ടകശനി, നീ പോടെ, നിന്റെ കണ്ടകശനി എനിക്കില്ല, ഞാൻ ബ്രഹ്മമാണ്. പിന്നെ അവനെ ശരീരത്തോളം കണ്ടകശനിയുമില്ല, ഏഴരശനിയില്ല, ഒരു ചുക്കുമില്ല. ശനിയൊന്നും പിന്നെ അവൻ്റെ അടുത്ത് വരില്ല. കാരണം അവൻ ഈ ലോകം വിട്ടു. അതിസാധാരണ ജനങ്ങൾക്കാണ്, നിസ്സാരരായ ജനങ്ങൾക്കാണ്, ഈ ജീവിതമായിട്ട് ഉഴന്നു നടക്കുന്നവർക്കാണ് കണ്ടകശനി, ഏഴരശനിയല്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ അവയവങ്ങൾ നാഡികളിലൂടെയാണ് ഗ്രഹങ്ങൾ സ്വാധീനം. നാഡികളെയല്ല ഇവൻ നിഷ്ഫലമാക്കി. നമ്മൾ ആശുപത്രിയിൽ കൊടുത്തിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നാടീനെല്ലാം തളർത്തിയിടുമല്ലോ. ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ പിടിച്ച് തല കുലുക്കുന്നവരെ ആ അവസ്ഥയിലായി നമ്മൾ. പിന്നെ അതിലേക്ക് നാഡി എങ്ങനെ പ്രവർത്തിക്കുന്നു? നാഡിയൊന്നും പ്രവർത്തിക്കുന്നില്ല. അതോടുകൂടി ഗ്രഹങ്ങൾക്കൊന്നും ഒരു ചുക്കും അവന് ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മാവല്ല, വിഷ്ണുവല്ല, ശൈവനല്ല, ജീവൻ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ബ്രഹ്മമായി പോയി. ബ്രഹ്മത്തിൻ്റെ എത്രയോ താഴെയാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്നെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. അപ്പോൾ സത്വരജോ ഗുണമൊന്നുമില്ല. സത്വരജോ തമോ, ദേഷ്യമില്ല, കോപമില്ല, ഒരു ചുക്കുമില്ല, അഹങ്കാരമില്ല, ഞാനെന്ന ചിന്തയുമില്ല. എൻ്റെ ചിന്ത പോയി, ഞാനില്ല. പിന്നെ ഞാനെങ്ങനെയാണ് എൻ്റെ മോനെ വിളിച്ചത്? ഞാൻ സമാധിയാകാൻ പോവുക, ഞാനിതാ ഇപ്പം പോയി സമാധിയാവും, എനിക്കിതെല്ലാം ചെയ്തു തരണമെന്ന് ഇങ്ങനെയാണ് പറയുന്നത്. ഞാനില്ല. മഹാതത്വവും മൂലപ്രകൃതിയും ഈ പ്രകൃതി തന്നെ ഇല്ല. പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ ഈ ശരീരം ഇല്ലല്ലോ. പിന്നെ ഈ ശരീരത്തെ കൊണ്ട് ഇത് മൂടിപ്പോയിച്ച് നല്ല പൗഡറെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വെക്കണം എന്നാരാ പറയുക? പിന്നെ 18 അപ്പോൾ യോഗികൾക്ക് ആത്മാവല്ലാതെ ബാക്കിയെല്ലാം അല്ല എന്ന നിലയിലേക്ക് ദേഹാത്മാദികളെ വിട്ടുകളയുന്നു. അപ്പോൾ ഇതൊന്നും ഞാനല്ല, അല്ല. അപ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ യോഗി ഇത് ഞാനാണോ? അല്ല. ദേഹം ഞാനാണോ? അല്ല. ഈ ഉള്ളിലുള്ള ആത്മാവ് ഞാനാണോ? അല്ല. ഈ ഞാനാണോ? ഞാനും ഇല്ല. അവസ്ഥയിലെത്തും. എല്ലാം അല്ല എന്ന് പറയും. ഇതിൽ ഏതാണ് ഞാൻ ഒന്നുമല്ല. ഞാനെന്താണ്? വട്ടപൂജ്യം, ഞാൻ ബ്രഹ്മം. അപ്പോൾ ശ്രീഹരിയുടെ പാദത്തെ ആശ്രയിച്ച്
മറ്റൊന്നിലും താല്പര്യമില്ലാതെ ആ വിഷ്ണു സംബന്ധമായ സ്ഥാനത്തെ സർവോത്കൃഷ്ടമായി കാണും. പിന്നെ എന്തേ ഉള്ളൂ? ആ ശ്രീഹരി മാത്രമേ ഉള്ളൂ. ശ്രീഹരി എന്ന് പറയുമ്പോൾ ശ്രീ തുടങ്ങിയിട്ട് ഹരിശ്രീ എന്നല്ല തുടങ്ങുന്നത്. ശ്രീഹരി, ഹരിശ്രീയിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുക. ആ തുടക്കിയതിൽ നിന്നാണ് ബ്രഹ്മം തന്നെ. ശ്രീഹരി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം തന്നെ. ഞാൻ പിന്നെ ബ്രഹ്മമായി. ഇനി 19 ശാസ്ത്രജ്ഞാനത്തിനും ശാസ്ത്രജ്ഞാനത്തിലൂടെ. അപ്പം ഇതെങ്ങനെയാത്താം? ഈ ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട്, അപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ ശാസ്ത്രജ്ഞാനമെല്ലാം വിട്ടിട്ട് നല്ല ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വിഷയാസക്തിയെ നശിപ്പിച്ച യോഗി, ഈ വിഷയമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വിരക്തി വന്ന യോഗിക്ക് എന്ത് ചെയ്യാം? ഇപ്രകാരം സംസാരത്തിൽ നിന്നും വിരമിക്കാം. വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാതെ വിരക്തി വന്ന വേണ്ട വ്യക്തികളുണ്ടെങ്കിൽ വലിയ നല്ലോണം പഠിച്ച് ജ്ഞാനം നേടി ബ്രഹ്മത്തെ പോലും സയൻസിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബ്രഹ്മമാണ് ഇതെല്ലാം കളിപ്പിക്കുന്നത് എന്ന് ബോധ്യം വന്നാൽ ജ്ഞാനമാർഗത്തിലൂടെ വേണമെങ്കിൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകാം. അവർക്ക് ഈ വലിയ പാടൊന്നും വേണ്ട, ആസനമൊന്നും വേണ്ട. ആസനമെല്ലാം നമ്മളെ കൊണ്ട് ഈ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ജ്ഞാനം നേടിയിട്ട് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാർക്കാണ് ഈ ആസനമെല്ലാം ചെയ്തിട്ട്, ആസനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ശരീരം അങ്ങ് ഇല്ലാതെയാവും, അങ്ങനെ തളർത്തുന്നുണ്ട്. പിന്നെ എന്ത് വേണം? അപ്പം അങ്ങനെ വിരക്തി വന്നവർക്കുള്ള വഴികളും അടുത്ത് പറയാണ്. അത് നമ്മുടെ ശാസ്ത്രമെല്ലാം പഠിച്ചിട്ട് ശരി വിരക്തി വന്നു എങ്കിൽ ഇനി അതിലേക്ക് പോകാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ കാൽമുട്ടിൽ ബുധം അമർത്തണം. അങ്ങനെ ഒരു ആസനമുണ്ട്. ഇരുന്നിട്ട് കാലിൻ്റെ മുട്ടല്ല, ആ ഉപ്പൂറ്റി ഉണ്ടല്ലോ, ഉപ്പൂറ്റി ആ ബുധത്തിൻ്റെ അവിടെ പ്രസ് ചെയ്ത് വെക്കണം. യോഗാസനം എടുത്ത് നോക്കാം. പിന്നെ അവിടെ നിന്ന് വായുവിനെ 6 സ്ഥാനങ്ങളിലേക്ക് വലിച്ച് മുകളിലേക്ക് കയറ്റണം. ഇനിയിപ്പോൾ യോഗാസനാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ എന്ത് നടക്കുള്ളൂ? ഇതെല്ലാം ഒരുത്തിയിൽ പോയി ഇരുന്നിട്ടാ. ഇനി വീടുകാരുമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ടു. മനസ്സിലിപ്പോൾ എന്ത് ചെയ്യുള്ളൂ? ആ രൂപമില്ല, ശൂന്യമായ ആ ബ്രഹ്മം. അതിൻ്റെ ചില ജ്ഞാനത്തിലൂടെ എത്തിയാലും ഉപ്പൂറ്റി ഇവിടെ കയറ്റി വെച്ചിട്ട് ശ്വാസത്തെ 6 സ്ഥാനങ്ങൾ, മുകളിൽ 6 ചക്രങ്ങളുണ്ട്. അപ്പം ഏറ്റവും അടിസ്ഥാനമായ സ്ഥലത്താണ് കൊണ്ട് കാല് വെച്ചിരിക്കുന്നത്. അതേതാണ്? ബുധമാണ്. അതും കൂട്ടിയാൽ 7 ആയി. എന്താണ് ഈ 7 ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രലോകത്തിൽ കണ്ടെത്തിയ ചക്രങ്ങൾ തന്നെയാണ്. ഈ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡികൾ എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രിക് കേബിൾ സിസ്റ്റം മാതിരി തന്നെയാണ്. നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ കേബിൾ നോക്കിയാൽ മതി. ഏഷ്യാനെറ്റിൻ്റെ കേബിൾ ഇങ്ങനെ വലിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഒരു ബോക്സെല്ലാക്കിയിട്ട് അവിടെ നിന്ന് എല്ലായിടത്തേക്കും കൊടുക്കും. അതാണ് ഒരു ചക്രം. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചില നോട്ട്സ് ഉണ്ട്. ഈ നോട്ട്സാണ് ശരീരത്തിലുള്ള നാഡികളാണ് ഈ ഓരോ ചക്രങ്ങൾ എന്ന് പറയുന്നത്. അത് ആധുനിക സയൻസ് കണ്ടെത്തിയത് തന്നെയാണ്. അനട്ടോമിൻ്റെ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്തു നിന്നാണ് നാഡികൾ ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന അടിയിലെ ബുധം തൊട്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള 6 അവിടെ വെച്ചാണ് നാഡികൾ, നമ്മളെ ഗ്രന്ഥികളെയെല്ലാം പ്രവർത്തിക്കുന്ന, അവയവങ്ങളെയെല്ലാം പ്രവർത്തിക്കുന്ന നാഡികൾ തുടങ്ങുന്ന. അങ്ങനെയാണ്. അതാണ് 6 ചക്രങ്ങൾ. അല്ലാതെ ഇമാജിന് നമ്മളെന്തോ ഭാവനയിൽ ആത്മീയത്തിൻ്റെ എന്തോ ചുക്കാണെന്നൊന്നും പറയേണ്ട ഒരു ചുക്കും ഇല്ല. നമ്മളെ ശരീരത്തിലുള്ള ഈ നാഡീ വ്യവസ്ഥയുടെ 6 സ്ഥലത്ത് വെച്ചാണ് ഇത്. 6 അവയവങ്ങളെയാണ്, ഓരോ അവയവങ്ങളെയാണ്. അത് ആ അവയവങ്ങൾക്ക് നമ്മളെ ചില വിചാരങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. സെക്സിൻ്റെ അവിടെയാണല്ലോ. ചിലത് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചിലത് ഹാർട്ടുമായിട്ടാണ്,
അവസാനത്തുമ്പോൾ ബുദ്ധിയായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തലയിലെത്തുമ്പോൾ അത് മുഴുവൻ സ്പ്രെഡായി തലച്ചോറ് മുഴുവൻ വ്യാപിച്ചിരിക്കും. അതാണ് പത്മമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തലയിൽ താമരയുണ്ടെന്നും വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് സാധാരണക്കാരന് താമര. ഇലക്ട്രോണിക്സ് എല്ലാം പഠിച്ചവൻ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെ പറ്റി പറയുന്ന ആ നെർവിൻ്റെ ഒരു കൂട്ടമാണ് സഹസ്ര. ഇതെല്ലാം ആധുനിക സയൻസ് കണ്ടെത്തിയതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്നിട്ടോ അവിടെയുള്ള നാഡികളിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മൾ വായുവിനെ വലിക്കുക എന്നാണെങ്കിൽ ഈ വായു നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ആ നാഡികളിൽ ഗുദത്തിൽ അവിടെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫീല് വരും. ആ ഫീല് വരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അതിനെ ഇങ്ങനെ വലിക്കുന്ന ശ്വാസം വലിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കും, എല്ലാവർക്കും തോന്നാം. അവിടെ ആ ഗുദത്തിൽ ഒരു മടമ്പ് കൊണ്ടൊന്ന് അമർത്തിപ്പെടുത്തും. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് കൃത്യമായി അവിടെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. എന്നിട്ട് ശ്വാസം വലിക്കുമ്പോൾ വായുവാണ് വലിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കണം? അവിടെ നിന്ന് നാഡികളിലൂടെ ഈ വായുവിനെ വലിക്കുന്നത് നമ്മൾ മനസ്സ് ചിന്തിക്കുമ്പോഴും നമ്മളെ മനസ്സ് അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് വലിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഏത് സമയം ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നാഡികൾ എന്താകും? ന്യൂട്രലൈസ് ആയിട്ട് മാറും. എല്ലാം നശിച്ച് മുകളിലോട്ടേക്ക് പോകും. ആ നാഡികൾ നിശ്ചലമാകും. അങ്ങനെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശ്വാസം വലിക്കുമ്പോൾ വലിക്കുന്ന ശ്വാസമാണെങ്കിലും മനസ്സെവിടെയാണ്? ആ പ്രസ് ചെയ്തിരിക്കുന്ന ഗുദത്തിൽ നിന്നും ആ നാഡികളിലൂടെ വലിക്കുന്നതായിട്ടാണ് ശരീരത്തിനത് ബാധിക്കുന്നത്. ഇതേത് സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താകാൻ പറ്റും? ഈ നാഡികൾ മുഴുവൻ ഇഞ്ചക്ട് ചെയ്തിട്ട് നാഡികളെ ന്യൂട്രലൈസ് ചെയ്യുന്ന മാതിരിയായി മാറും ശരീരത്തിലുള്ള എല്ലാ നാഡികളും. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളും. നിങ്ങൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തും. യുക്തിവാദികൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നഷ്ടമൊന്നുമില്ലല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ വിശ്വാസം വേണം. ഇതിന് വിശ്വാസമൊന്നും വേണ്ട. യോഗ കുറച്ചും കൂടി വിശ്വാസം ഇല്ലാതെ കാണാം. പ്രാക്ടീസ് ചെയ്യാം. ഈ പറയുന്ന ആസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂതത്തിൽ അമർത്തിക്കൊണ്ട് ശ്വാസം വലിക്കണം. ശ്വാസം വലിക്കുമ്പോൾ അവിടെ നിന്ന് അത് ഉയർന്നു വരികയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പറയുന്ന വഴിയിൽ ഫോളോ ചെയ്യണ്ടേ. എങ്കിലല്ലേ യുക്തിവാദികൾക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ. ശരിയാണോ എന്ന് പറയുന്ന വഴിയിൽ ചെയ്തു നോക്കണം. ഇരുന്ന് വലിച്ചു നോക്കൂ. ശ്വാസം വലിക്കുമ്പോൾ ആ ഭൂതത്തിൽ പൊന്തി വരികയാണ്. 6 ഘട്ടത്തിലൂടെ വരുന്നതാണ്. ഈ പറയുന്ന മാതിരി ചെയ്തു നോക്കണം. അവൻ സന്യാസിയോ ബ്രഹ്മസാക്ഷാത്കാരമോ അവൻ്റെ നാടികൾ തളർന്നു പോകും. പക്ഷെ ഒരു ദിവസം പോയാൽ പോരാ, കുറച്ച് കാലം, അധികമൊന്നും വേണ്ട, കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് അത്രയും ആത്മാർത്ഥമായാണെങ്കിൽ കുറച്ച് ദിവസങ്ങളും വേണം. എന്നിട്ട് എന്ത് വേണം? മുകളിലേക്ക് കയറ്റണം. ഇനി 20 നാഭിയിലെത്തിക്കണം. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങൾ ഇതേമാതിരി ബുധത്തിൽ ചമത്തിയിരുന്നു കൊണ്ട് വലിച്ച് നാഭിയിലെത്തുന്ന മാതിരി ചിന്തിക്കണം. അപ്പോൾ അവൻ്റെ സെക്സ്വൽ വികാരങ്ങൾ മുഴുവൻ നശിക്കും. സംശയമൊന്നും വേണ്ട. യുക്തിവാദിയല്ലേ ഏതവനായാലും അവൻ്റെ സെക്സ്വൽ വികാരങ്ങൾ നശിക്കും. നാഭിയിലെത്തിച്ചതിൻ്റെ ശേഷം പിന്നെ ദഹന പ്രക്രിയകൾ നശിക്കും. നാഭിയിലെത്തിയ ശേഷം വായുവിനെ ഹൃദയത്തിൽ കയറ്റിയിട്ട് ഹൃദയത്തിൽ വരെ അതിനെ വലിച്ച് കയറ്റണം. വലിക്കുന്ന വായു ആണെങ്കിലും മനസ്സ് അവിടെ നിന്ന് വായുവിനെ വലിക്കുന്നത് ചിന്തിച്ചാൽ മതി. പക്ഷേ മാറുന്നത് വായുവല്ല, നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റമാണ് നശിക്കുന്നത്. നാഡികൾ നിർവീര്യമാവുകയാണ്. കയറ്റിയിട്ട് അവിടെ നിന്ന് ഉദാന വായുവിൻ്റെ ശക്തിയോടെ, പിന്നെയുള്ളത് ഉദാന വായു പലതരം വായുണ്ട് സിഗ്നൽ സിസ്റ്റത്തിൽ. മുകളിലോട്ടേക്ക് ഹൃദയത്തിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുന്നതിനാണ് ഉദാന വായു എന്ന് പറയുന്നത്. പിന്നെ വലിക്കുമ്പോൾ ഉദാന വായുവിനെ വലിച്ചിട്ട് വക്ഷസത്തിൽ കയറ്റണം. പിന്നെ സാവധാനം 4 താലുമൂലത്തിൽ കൊണ്ടുപോകണം. ഇങ്ങനെ മുകളിൽ കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് 21 പുരികത്തിൻ്റെ നടുവിലെത്തിക്കണം. അവിടെ 7 പ്രാണമാർഗങ്ങളുണ്ട്.
അപ്പൊ ഇവിടെ അഞ്ചെണ്ണമുണ്ട്. അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ്, ഏകദേശം ഈ ഒരു ബിന്ദുവിലാണ് നമ്മുടെ കണ്ണിൻ്റെ, മൂക്കിൻ്റെ, ശ്വസനത്തിൻ്റെ, വായ രുചിയുടെ, ചുവട്ടിൻ്റെ എല്ലാം കേന്ദ്രീകരിക്കുന്ന, നാഡികൾ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അവിടെ 5 പഞ്ചേന്ദ്രിയങ്ങളും കേന്ദ്രീകരിക്കുന്നുണ്ട്. അടിയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന ഒന്നുമുണ്ട്, പിന്നെ ഒന്ന് തലച്ചോറിലേക്ക് പോകുന്നു, ബുദ്ധിയിലേക്ക് പോകുന്നു നാഡികൾ. അവയായിട്ടെല്ലാം അതിന് കണക്ഷൻ ഉണ്ട്. അപ്പം അവിടെ നിന്ന് 7 മാർഗങ്ങളുണ്ട്. അതിനെല്ലാം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഫങ്ഷൻ ഇല്ലാതാക്കാൻ പോവുകയാണ്. വലിച്ച് അവിടെ എത്തിച്ചിട്ട് പിന്നെ അവിടെ നല്ല കൂടിയും വലിച്ചിട്ട് അങ്ങ് മൂർധാവിലേക്ക് കൊണ്ടുപോകാം. ശ്വാസം വലിക്കുമ്പോൾ ഇതാ 7 നാഡികളും അവിടെ നിന്ന് വലിഞ്ഞങ്ങ് ഇതാ മൂർധാവിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇതാ അതങ്ങ് മൂർധാവിലേക്ക് എത്തുന്നു. മൂർധാവ് ഒന്ന് ഇരുന്ന് 1 മിനിറ്റ് ചിന്തിച്ചു നോക്കും. അത് നമുക്ക് ഫീൽ ചെയ്യും. ഇതാ ഞാൻ ഇവിടെയുള്ള വായുവിനെ വലിക്കും പാടിയത് ഒന്നും വേണ്ട. നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ വിടുമ്പോൾ വ്യാഴം വലിക്കുമ്പോൾ ചിന്തിക്കാം, ആ വിരലിൻ്റെ ഈ അറ്റത്തേക്ക് എത്തട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്വാസം വലിച്ചു നോക്കിയ. അപ്പോൾ എന്നിട്ട് ആ വഴിക്ക് നമ്മൾ പോകണം. ഇതാ വിരലിൻ്റെ അറ്റത്തെത്തി. ശ്വാസമാണ് ചിന്തിക്കുന്നതെങ്കിലും ആ നാഡികളിലൂടെയാണ് മനസ്സ് അങ്ങോട്ടേക്ക് പോകുന്നത്. നാഡികളാണ് നമ്മൾ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാം വലിച്ച് ഹൃദയത്തിലെത്തിച്ച്, ഹൃദയത്തിൽ നിന്ന് ഇവിടെ എത്തിച്ച്, ഇവിടെ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ്. ഇങ്ങനെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കുറേ കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അവയവങ്ങളെല്ലാം പിന്നെ കാണില്ല, കേൾക്കില്ല, ഒന്നുമില്ലാതെ അവസ്ഥയിലെത്തും. ഇത് യോഗമാർഗം. പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൊള്ളുക. പക്ഷേ അവസാനം ചിലവരൊക്കെ അവിടെ എത്തി ചേരുകയും ചെയ്യും. എല്ലാത്തവർക്കൊന്നും ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥലത്തൊന്നും ഇരുന്നാൽ പറ്റില്ല. നമ്മൾ ഇത് വലിക്കുമ്പോഴായിരിക്കും ബസ് പോകുന്നത്. ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. അപ്പം പിന്നെ നമ്മളെ മനസ്സ് ഇവിടെ നടക്കില്ല. കാട്ടിൽ പോകണം. എന്നിട്ട് എന്ത് വേണം? യോജിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ട് മൂർധാവിൽ കൊണ്ടുപോയിട്ട് എല്ലാ നേത്രേന്ദ്രിയങ്ങളെയും ഉപേക്ഷിക്കണം. കണ്ണിൻ്റെ കാഴ്ചകൾ, ചെവിയുടെ ശബ്ദം കേൾക്കുന്ന, മൂക്കിന് മണക്കാനുള്ള, വായുവിൽ രുചിക്കാനുള്ള, കിന്നിനെ സ്പർശിക്കാനുള്ള എല്ലാറ്റിനെയും അങ്ങ് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കാണാനും പോകുന്നില്ല, കേൾക്കാനും പോകുന്നില്ല, ഒരു ചുക്കുണ്ടാകുന്നില്ല. നമ്മളെ നാഡികൾ നിശ്ചലമായി. ഇത് കുറേ ദിവസം കൊണ്ട് മനസ്സുകൊണ്ട് ഏകീകരിപ്പിക്കുന്ന ഒരു രീതിയാണ്. യുക്തിവാദികൾക്കും പരിശ്രമിക്കാം, എന്നിട്ട് നിഷേധിക്കാം. നിഷേധിക്കാനൊന്നുമില്ല. അവന് മനസ്സിൽ അതിന് പറ്റിയില്ല എങ്കിൽ അവൻ വന്ന് വെറുതെ ഞാനിതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നിഷേധിക്കാം. ഇതൊന്നും പറ്റില്ല. അതിനുള്ള ഒരു വഴി തന്നെ അവരവരെന്നെ ശ്രമിച്ചു നോക്കുക. എത്തുമോ എന്ന് നോക്കിക്കൊള്ളുക. ഇനി 22 ബ്രഹ്മലോകം അഥവാ ഗുണസമ്മേളനമായ ബ്രഹ്മാണ്ടത്തിൻ്റെ ഇനി വേറൊരു രൂപത്തിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയാണ് പറയുന്നത്. വേറെ രൂപമല്ല. നമ്മൾ വേറൊന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെല്ലാം വലിച്ചിട്ട് അങ്ങ് ബ്രഹ്മലോകത്ത് കൊണ്ട് ചേർക്കുകയാണെന്ന്. ഇത് അതല്ല ചെയ്യുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഈ ശരീരത്തിലുണ്ട്. അതാണ് കഴിഞ്ഞതിൽ പ്രപഞ്ചത്തെ ഒരു വിരാട രൂപമായി കണ്ടുകൊണ്ട് അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം പ്രപഞ്ചം തന്നെയാണ് നമ്മളെ ഉള്ളിലാണ് ആ ബ്രഹ്മം ഇരിക്കുന്നത്. ആ ബ്രഹ്മത്തെ കൊണ്ട് ചേർത്താൽ മതിയല്ല. ഇവിടുന്ന് അങ്ങ് പോയി വേറെ ഇടത്തേക്കൊന്നും പോകാനൊന്നുമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മലോകം അഥവാ ഗുണസമ്മേളനമായ ബ്രഹ്മാണ്ടത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ
അഷ്ടൈശ്വര്യ സമ്പന്നമായ ആകാശചാരികളുടെ ക്രിയാസ്ഥാനം ഏതാണോ, അപ്പോൾ അഷ്ടൈശ്വര്യങ്ങൾ, എല്ലാ ഐശ്വര്യങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ, അത് ആകാശം എന്ന് പറയുമ്പോൾ ഈ ഏഴ് ലോകങ്ങളായി. അവിടെയാണ് എല്ലാ ക്രിയകളുടെയെല്ലാം കേന്ദ്രങ്ങൾ. അതിൻ്റെ പ്രേരണ അനുസരിച്ചാണ് ഇവയുടെ എല്ലാ ക്രിയകളും നടക്കുന്നത്. അങ്ങനെ അവയിലെല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ എന്തിനാണ് എത്തിച്ചേർന്ന് മനസ്സിനെ ഇന്ദ്രിയങ്ങളോടൊത്ത് അവിടത്തേക്ക് കൊണ്ടുപോകണം, ആ ബ്രഹ്മത്തിലേക്ക്. അപ്പം പ്രപഞ്ചത്തിൻ്റെ 7 ലോകത്തിൻ്റെ കേന്ദ്രമായ ആ അവസ്ഥയിലേക്ക് ഈ എല്ലാറ്റിനും മനസ്സിനെയും ശരീരത്തെയും അവിടെ കൊണ്ടുചേരണം. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, അത് ഉണ്ട്. ഈ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഈ ഏഴ് ലോകങ്ങളുണ്ടല്ലോ, അതിൻ്റെ നടുവിലാണല്ലോ നമ്മൾ 7 ലോകത്തിൻ്റെ ഘടന പണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടുവിലാണ് ബ്രഹ്മസ്ഥാനം. ആ പ്രപഞ്ചം മുഴുവൻ നമ്മളെ ശരീരമായി സങ്കല്പിച്ചുകൊണ്ട് ഉള്ളിൽ കൊണ്ട് ചേർക്കാനുള്ള വിധമാണ് ഇനി പറയാൻ പോകുന്നത് 23. ഉപാസന, തപസ്യ, അഷ്ടാംഗയോഗം, ജ്ഞാനം എന്നിവയെ അവലംബിച്ചവരും, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് അവലംബിച്ചിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താം. വായിൽ ഉൾച്ചേർന്നുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിച്ച്, അപ്പം ഈ ജ്ഞാനത്തിലൂടെയെല്ലാം വായുവിൽ ഉൾച്ചേർന്നുകൊണ്ട് നമ്മൾ ശ്വാസമാണ് എടുക്കുന്നത്. ആ വായുവിലൂടെ സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ വായുവിൽ ശരീരത്തെയെല്ലാം വിട്ടിട്ട് സൂക്ഷ്മ ശരീരത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതിക ശരീരമല്ലാതെ ഇതുവരെ ഓരോ അവയവത്തിൽ നിന്നാണ് വലിച്ചു കയറ്റിയത്. ഇനി അങ്ങനെയല്ല, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിച്ച് യോഗികൾക്ക് 3 ലോകത്തിൻ്റെയും അകത്തും പുറത്തുമുള്ള സഞ്ചാരം സാധിക്കുന്നു. നമ്മളെ ഉള്ളിലൂടെ തന്നെ ഈ 3 ലോകത്തിൻ്റെ അകത്തും പുറത്തും നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പം നമ്മൾ നാഡികളെയെല്ലാം തളർത്തി ഇനി കണ്ണും കാണുന്നില്ല, മൂക്കും കാണുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി. ഇനി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് തിരികുകയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഇതെല്ലാം മനസ്സുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ നമ്മൾ ആകാശത്തോട്ട് സഞ്ചരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ 23 ഉപാസന, തപസ്യ, അഷ്ടാംഗം ഇതെല്ലാം ശീലിച്ച ശേഷം വായുവിൽ ഉൾച്ചേർന്നുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിലൂടെ, ഈ ശരീരത്തിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. എന്നിട്ട് 3 ലോകത്തിലേക്കും സഞ്ചരിക്കാൻ പോകുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടക്കുക. പ്രപഞ്ചം വലിയൊരു ഗോളമാണ്, 7 ലോകങ്ങളുണ്ട്. അതിൻ്റെ കേന്ദ്രം അങ്ങാണ്, ദൂരത്താണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേന്ദ്രം ഇവിടെയായി മാറി, തലയുടെ അകത്തായി മാറിയല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ണു അടച്ചിട്ടാണ് ഇരിക്കുന്നത്, ഈ ശരീരമൊന്നുമില്ല. അപ്പം കണ്ണടച്ചിട്ട് ശരീരമില്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പ്രപഞ്ചം മുഴുവനൊരു ശൂന്യമായ സ്ഥലം നമുക്ക് ചുറ്റും വ്യാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. കണ്ണടച്ച് നോക്കിയാൽ മതി, ഒരു വലിയ ഗോളം മാതിരി നമുക്ക് കാണാം. അപ്പം പ്രപഞ്ചം മുഴുവൻ നമ്മൾ കേന്ദ്രമായി, ബിന്ദു കേന്ദ്രമായിട്ടിരിക്കുകയാണ്. ഇനി അതിലൂടെ നമുക്ക് മനസ്സുകൊണ്ട് അതിലൂടെ സഞ്ചരിച്ചിട്ട് എല്ലാത്തിനും ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് കർമ്മം കൊണ്ട് സാധ്യമല്ല. കർമ്മം ചെയ്ത് എന്തെങ്കിലും കൈകൊണ്ടല്ല, അവിടത്തേക്ക് സഞ്ചരിച്ചിട്ടല്ല. അതുകൊണ്ട് നമ്മൾ സഞ്ചരിച്ചിട്ട് നമുക്ക് ആകാശത്തൂടെ പറന്ന് കളയാമെന്നൊന്നുമല്ല ചിന്തിക്കുന്നത്. ആ ആകാശത്തിലൂടെ നമ്മൾ കർമ്മം കൊണ്ടല്ല, മനസ്സുകൊണ്ട് സഞ്ചരിക്കുക. നമുക്ക് കണ്ണടച്ച് നോക്കുമ്പോൾ ഇതാവും, ചുറ്റും ഭയങ്കര ആകാശമുണ്ട്. ആകാശത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതാ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് വരികയാണ്. ഇനി 24 ജ്യോതിരൂപത്തിൽ ദേഹത്തിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന സുഷുമ്ന എന്ന നാഡിയിലൂടെ, അപ്പോഴാണ് നമ്മളെ ശരീരത്തിലൊരു നാഡിയുണ്ട്.
നട്ടെല്ലിൻ്റെ അകത്തോട്ട് ഒരു സുഷുമ്നാ നാഡി പോകുന്നുണ്ട്. ആ നാഡിയാണ് പ്രപഞ്ചമായി മാറി. ഞാൻ മുമ്പേ പറഞ്ഞു, നാഡികളിലൂടെയാണ് പ്രപഞ്ചം നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നാഡിയിലൂടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നല്ല സയൻസിലൂടെ പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ പ്രപഞ്ചം നാഡികളിലാണ്, ഇനി ഈ സുഷുമ്നാ നാഡികളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് കണ്ണടക്കുമ്പോൾ കാണാൻ പറ്റും, ചുറ്റും പ്രപഞ്ചം. അത് ഉള്ളിലും പുറത്തും, പിന്നെ ശരീരമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളും പുറത്തും എല്ലാം കൂടിയിട്ടൊരു വലിയ ശൂന്യ സ്ഥലമായി നമ്മൾ കാണുന്നുണ്ട്. അത് സുഷുമ്നാ നാഡിയിലൂടെയാണ്. എന്ന നാഡിയിലൂടെ പ്രകാശത്തിൽ കൂടി, ആകാശത്തിൽ കൂടി ബ്രഹ്മമാർഗേണ പോയിട്ട് ആഗ്നേയ ലോകത്തെ പ്രാപിക്കുന്നു. അങ്ങനെയാണ് അത് ഉള്ളിലേക്ക് ഈ ലോകവുമായിട്ട് അത് ബന്ധം സ്ഥാപിക്കാൻ പോവുകയാണ്. അതിലൂടെ അല്പസ്വല്പമായ മാലിന്യം കൂടി അകലും. അപ്പം നമ്മളിൽ എന്തെങ്കിലും ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ ശൂന്യമായി കണ്ടുകൊണ്ട് നമ്മുടെ നാഡിയിലൂടെ അതിനെ ഇവിടെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, സുഷുമ്നാ നാഡിയിലൂടെ ഇവിടെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ എല്ലാ മാലിന്യവും ശുദ്ധമായി നമ്മൾ ബ്രഹ്മസമാനമായി മാറും. അപ്പം ശ്രീഹരിയുടെ ശിശുമാരം എന്ന ജ്യോതിഷ് ചക്രത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് കുറേ ഗോളങ്ങൾ ഇങ്ങനെ ചക്രരൂപത്തിൽ സഞ്ചരിക്കുന്നതാണ്. 7 ലോകങ്ങളിൽ കുറേ ഗോളങ്ങൾ. അപ്പം ആ ചക്രമാണത്. ആ ചക്രത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മൾ കണ്ണടച്ച് ചുറ്റുമുള്ള ആ പ്രകാശ വലയം എന്ന് പറയുന്നത് ജ്യോതിഷ് ചക്രമായിട്ട് നമ്മൾ കാണും. ഇനി 25 വിഷ്ണുവിൻ്റെ ആ ബ്രഹ്മചക്രത്തെ കടന്ന ശേഷം ഇപ്പോൾ നമ്മൾ കണ്ണു അടച്ചിട്ട് ആ ബ്രഹ്മചക്രത്തിലൂടെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കുറേ ചക്രങ്ങളായിട്ടുണ്ട്. ആ ചക്രങ്ങളിലൂടെ കടന്നിട്ട് നമ്മൾ എവിടത്തേക്കാണ് എത്തേണ്ടത്? ആ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ നടുവിലേക്ക്. അത് എത്തുമ്പോഴും നമ്മളെ നടുവിൽ തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അതിനെ കൂടെ കടന്നിട്ട് ഏതിലൂടെ? സൂക്ഷ്മ ശരീരത്തിലൂടെ. പിന്നെ ഈ ശരീരമില്ല, സൂക്ഷ്മ ശരീരമെല്ലാം അതിൽ ലയിച്ചു പോയി. സൂക്ഷ്മ ശരീരത്തിലൂടെ മഹർലോകത്തിലേക്ക് പ്രാപിക്കും. അവിടെയാണ് കൽപ്പാന്ത കാലത്തോളമുള്ള ജീവികൾ വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ആ മഹർലോകമാണ്. നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ മനസ്സിലൂടെ ഈ 7 ലോകത്തിൻ്റെ നടുവിലുള്ള എല്ലാ 7 ലോകങ്ങളെയും കടന്ന് ആ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തുകയാണ് എന്ന് മനസ്സിലൂടെ ചിന്തിക്കുകയാണ്. എവിടെയാണ് ബ്രഹ്മം ഇരിക്കുന്നത്? അവിടെയാണ് പണ്ട് ജനിച്ച കൽപ്പാന്ത കാലത്തിൽ സംഭവിക്കുമ്പോൾ എല്ലാം പ്രളയം അടപ്പോയാണ് ലയിക്കുന്നത് ആ കേന്ദ്രത്തിൽ. അത് 7 ലോകത്തിൻ്റെ നടുവിൽ. പക്ഷെ നമുക്ക് പുറത്തൂട്ടിയല്ല നോക്കുന്നത്. നമ്മൾ കണ്ണടച്ചിട്ട് പ്രപഞ്ചം അപ്പം നമ്മളെ ഉള്ളിൽ തന്നെ ചുറ്റും വളഞ്ഞതായിട്ട് തോന്നും. അതിൻ്റെ നടുവിലുള്ള സങ്കല്പത്തിലൂടെ മഹർലോകവും കടന്ന് അവിടെ എത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? നമ്മുടെ പൂർവികരെല്ലാം അവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ മന്വന്തരങ്ങൾ നശിച്ചതെല്ലാം അവിടെയുണ്ട്. അതിൽ പിന്നെ 26 ആദിദേവൻ്റെ മുഖസ്തുതിയിൽ നിന്നും ഉണ്ടാകുന്ന അഗ്നിയിൽ 3 ലോകങ്ങളും നശിക്കുന്നതായി കാണാം. അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാ ലോകങ്ങളും അവിടെയാണ് കത്തി നശിക്കുന്നത് എന്ന് കാണാം. അതായത് പ്രപഞ്ചത്തിൻ്റെ നടുവിൽ അവിടത്തേക്കാണ്. ഏതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നക്ഷത്രം കത്തിയെരിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഹോൾ ആകുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോലെ ഈ പ്രപഞ്ചം മുഴുവൻ കത്തിയെരിഞ്ഞിട്ട് 3 ലോകങ്ങളും കത്തിയെരിഞ്ഞിട്ട് എത്തുന്ന ആ ബ്രഹ്മസ്ഥാനം നമുക്ക് മനസ്സിലൂടെ ഇങ്ങനെ കണ്ണടച്ചിട്ട് നമുക്ക് ചുറ്റും പ്രപഞ്ചമുണ്ട് ശൂന്യമായി, ശരീരവും ശൂന്യമായി. അതാണ് സൂക്ഷ്മ ശരീരം. ഇത് നമ്മൾ ചിന്തിച്ച് മഹർലോകവും കടന്ന് അതിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എത്തുന്നത് ആ ബ്രഹ്മത്തിലാണ്. പിന്നെ
രണ്ട് പിന്നെ അവിടെ നിന്ന് രണ്ട് പരിധി കാലങ്ങളുള്ള, രണ്ട് പരിധി കാലം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുണ്ട് അവിടെ, ഉറപ്പുണ്ട്. ബ്രഹ്മാവിന് രണ്ട് ലോകമുണ്ട്. ഒന്ന് ഉറങ്ങുന്ന സമയം, ബ്രഹ്മം ഉറങ്ങുന്ന സമയം, പിന്നെ എഴുന്നേൽക്കുന്ന സമയം. ഇപ്പം രണ്ട് ലോകങ്ങളുണ്ട്, രാത്രിയും പകലുണ്ട് ബ്രഹ്മത്തിൽ. ആ അവസ്ഥയിലേക്കാണ്, ആ ബ്രഹ്മലോകത്തിലേക്കാണ് നമ്മൾ പിന്നെ പ്രവേശിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയുടെ പ്രപഞ്ചഘടനയുടെ കേന്ദ്രത്തിൽ നമ്മൾ മനസ്സിലൂടെ സങ്കല്പത്തിലൂടെ അവിടത്തേക്ക് എത്തുകയാണ്. കുറച്ചൊന്ന് സങ്കല്പിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പറയുന്നതിനനുസരിച്ച് സ്വയം ബുദ്ധിയിലൂടെ പോകണം. അങ്ങനെ 27 പറയുന്നു, അത്തരത്തിൽ ഒരാൾ ആ സ്ഥലത്തേക്ക് സ്വന്തമായിട്ട് മനസ്സിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ എത്തണം മനസ്സിലായല്ലോ. കണ്ണു കൂട്ടുക, കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്, എല്ലാ അവയവങ്ങളെല്ലാം നശിച്ച്. പിന്നെ ചിന്തയെയും പ്രപഞ്ചമായി കാണുക. നമ്മുടെ ശരീരമൊന്നുമില്ല, സൂക്ഷ്മ ശരീരം. ചുറ്റും ഒരു പ്രകാശം കാണാം, ഒരു ഗോളമായി കാണാം. കണ്ണുകൂട്ടിയാൽ അതിപ്പം നോക്കിയാലും കാണാം. അതിൻ്റെ കേന്ദ്രത്തിലോട്ട് നമ്മൾ പോകണം. മഹർലോകമെല്ലാം കടന്നിട്ട് ആ നടുവിലുള്ള, അത് പ്രപഞ്ചഘടന മനസ്സിലാക്കണം, എന്നിട്ട് പോയാൽ മതി. ആദ്യം ആ പ്രപഞ്ചഘടന ഞാൻ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആ ഗ്രഹണം 7 ഗോളങ്ങളുണ്ട്, അതിൻ്റെ നടുവിലേക്ക് ചെല്ലണം. ചെന്ന് കഴിയുന്ന തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തെത്തണം. അവിടെയാണ് പ്രളയം കഴിയുമ്പോഴുള്ള എല്ലാം അവിടെ പോയി ചേരുന്നത്. നമ്മളും അവിടെ പോയി ചേരാൻ പോവുകയാണ്. പ്രളയം കഴിയുമ്പോൾ എല്ലാം അവിടെ പോയി ചേരും, നമ്മളും അവിടെ പോയി ചേരാൻ പറയുന്നു. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എന്ത്? ഇങ്ങനെ ജീവിച്ചിട്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ട് ശ്രീഹരിയുടെ കാരുണ്യമെല്ലാം നേടിക്കൊണ്ട്, ശ്രീഹരിയുടെ കാരുണ്യം നേടുന്നുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട്? ലൈംഗികമായിട്ടുള്ളതും ഭക്ഷണത്തിലൂടെയുള്ള എല്ലാ എന്തെല്ലോ ഗുണങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ. പാരവെക്കും ഇതെല്ലായിട്ട് എന്തെല്ലോ പാരവെക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. ഇങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ എല്ലാം സുഖം എനിക്കില്ലാലോ എന്നുള്ള ചിന്തയൊഴിച്ച് ബാക്കിയുള്ള സുഖമെല്ലാം കിട്ടും. അതായത് ഈ ഭൗതിക ലോകം, ഇപ്പം നമ്മളോട് അങ്ങനെ ഒരു ലോകം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം അത് വേണ്ട, എനിക്കിങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. ഇവിടെ എന്ത് പാരവെക്കുണ്ടായാലും വേണ്ടിയില്ല, എനിക്കിങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ അങ്ങോട്ട് പോകണ്ട എന്ന് പറയും. അപ്പം ആ സൗകര്യങ്ങളൊന്നും കിട്ടില്ല. അത് ഒഴിച്ചിട്ട് പിന്നെ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ശോകമില്ല. ബ്രഹ്മലോകത്ത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ശോകമില്ല, വാർദ്ധക്യമില്ല, മരണമില്ല, ഭയമില്ല, ക്ലേശമില്ല. അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിക്കാം. അവിടെ അങ്ങനെ നിശ്ചലമായ അവസ്ഥയിൽ നിൽക്കാം. പിന്നെ ജനിക്കൂല, മരിക്കൂല, ഈ പാരവെക്കൊന്നും വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിച്ചോളൂ. പിന്നെ അത് വേറൊരു തരത്തിൽ കൂടി യോജിപ്പിക്കുന്നതും ചിന്തിക്കുകയാണ്. എന്നിട്ടും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ട്രൈ ചെയ്തോളണം. അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടും, അത് കിട്ടണം. കാരണം അടുത്ത ജന്മത്തിൽ ജോലിയില്ലെങ്കിൽ ഇത് കിട്ടുള്ളൂ, അല്ലാതെ അവർക്കൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് 28 വേറൊന്നും പറയുകയാണ്. അവിടെ നിന്ന് യോഗി ഭൂമി, പിന്നെ ജലം, പിന്നെ അഗ്നി, പിന്നെ വായു, ഇങ്ങനെയെല്ലാം പ്രവേശിച്ചിട്ട് ആകാശത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ചിന്തിക്കണം. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് വിട്ട് പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് ആദ്യം ബ്രഹ്മത്തിൽ നിന്ന്. പിന്നെ ആകാശം അല്ല പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ, അത് തിരിച്ചു പോകുന്ന മാതിരി ചിന്തിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ജലത്തിലൂടെ, വായുവിലൂടെ, അഗ്നിയിലൂടെ നമ്മളെവിടെ പോവുകയാണ്, ആകാശവും വിട്ടിട്ട് അവിടെ പോയി ചേരുകയാണ്. അങ്ങനെയും മനസ്സിൽ കൂട്ടം ചിന്തിച്ചുകൊണ്ടിരിക്കുക, കരയെല്ലാം വിട്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പിന്നെ 29 ഘ്രാണേന്ദ്രിയങ്ങളെ പിന്നെ ഗന്ധത്തെ മണപ്പുമെല്ലാം മണക്കുന്നതെല്ലാം മൂക്കിൻ്റെ അകത്തേക്കൊന്ന് ലയിപ്പിച്ചാണ്. പിന്നെ മണമില്ല. രസേന്ദ്രിയം രുചിക്കുന്ന രുചിയുമില്ല, രുചിയും പോയി, അതിൻ്റെ നാടികളെല്ലാം തളർന്നുപോയി, അതെല്ലാം നാവ് തന്നെ അങ്ങ് അമർന്ന്. നേത്രേന്ദ്രിയം കണ്ണ് കാഴ്ച ഇല്ലാതാകുകയാണ്. അപ്പോൾ കണ്ണ് കാഴ്ച എതിലും രൂപം എതിലേക്ക് പോയി, കണ്ണിലങ്ങ് അമർന്നു പോയി. സ്പർശന സുഖമെല്ലാം
ത്വക്കിലും പോയി, ശബ്ദം അവിടെ പോയി, കേൾവിയിലും പോയി. പ്രാപിച്ചിട്ട് അതാത് കർമ്മേന്ദ്രിയങ്ങൾ, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം കൈയും കാലുമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അവയവങ്ങളിലേക്കും അങ്ങ് ലയിച്ചു പോയി. ചുരുക്കി പറഞ്ഞാൽ പിന്നെ കാണലുമില്ല, കേൾക്കലുമില്ല, ഒന്നും കാണാൻ പോകുന്നില്ല. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന്, അതുകൊണ്ടാണ് കാണുന്നതെല്ലാം ബ്രഹ്മം എന്ന് പറയുന്നത്. കാരണം അവൻ കാണുന്ന ബ്രഹ്മമേ കാണും, അവൻ്റെ ഒരവയവവും വർക്ക് ചെയ്യുന്നില്ല. കണ്ണിന് കാഴ്ചയില്ല, ശ്വസനമില്ല, ഒരു ചുറ്റുമില്ല, എല്ലാം പോയി വട്ടപ്പൂച്ച. പിന്നെ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവന് ബ്രഹ്മമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശൂന്യം, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയാണ്. വേണോ വേണ്ടേന്ന് ആലോചിച്ചു നോക്കുക. ഇനി 30. ഇനി വേറൊരു തരത്തിലേക്ക് അവൻ പോവുകയാണ്. ഭൂതങ്ങളിൽ നിന്ന് നമ്മളെല്ലാ വസ്തുക്കളും കണ്ടുകൊണ്ട്, പഞ്ചഭൂതങ്ങളിൽ കൊണ്ട് നിർമ്മിച്ച എല്ലാ വസ്തുക്കളെയും കണ്ടതിൽ നിന്ന് പിന്നോട്ട് പോയി ഇന്ദ്രിയങ്ങളെ, നമ്മളെ കണ്ണും കൈയും കാലും എല്ലാം ഉള്ളിലേക്ക് വലിച്ച്, മനസ്സിനെയും വലിച്ച്, അഹങ്കാരം ഞാനെന്ന ചിന്തയും ഒഴിവാക്കിക്കൊണ്ട് അതോടൊപ്പം ഗമനം ചെയ്തിട്ട്, ഇതെല്ലാം സംഭവിക്കുന്നത് മഹത്തത്വങ്ങൾ. പിന്നെ തത്വങ്ങളൊന്നുമില്ല, പിന്നെ തപോ ഗുണമൊന്നുമില്ല, അതെല്ലാം നശിച്ച് ബ്രഹ്മത്തിലെ മൂലപ്രകൃതിയിൽ പോയി ചേരുകയാണ്. അതായത് കാണുന്ന കേൾക്കുന്ന വസ്തുക്കളെല്ലാം ആദ്യം നശിക്കും, പിന്നെ കാഴ്ചകളെല്ലാം നശിക്കും, പിന്നെയെല്ലാം മനസ്സും പോകും, പിന്നെ എല്ലാം പോയി അവസാനം എന്താവും? നിർഗുണ അവസ്ഥ. അങ്ങനെ ആനന്ദപ്രാപ്തി ലഭിച്ച യോഗി പരമാത്മാവിനെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരമാത്മാവിനെ പ്രാപിക്കും, ബ്രഹ്മമായി തീരും. പിന്നെ അവൻ സംസാരത്തിൽ വരില്ല, പിന്നെ അവന് ജനന മരണമൊന്നുമില്ല. 32 പണ്ട് വാസുദേവൻ ബ്രഹ്മാവിനാൽ ചോദിക്കപ്പെട്ടപ്പോൾ യാതൊന്നാണോ ബ്രഹ്മാവ് ഉപദേശിച്ചത് അതുപ്രകാരം അങ്ങ് ചോദിച്ചല്ല ഞാൻ ഇതേപോലെ ബ്രഹ്മാവിന് അന്ന് നാരായണൻ വിവരിച്ചു കൊടുത്ത കാര്യമല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതായത് ബ്രഹ്മാവിന് ഈ തത്വത്തിലൂടെയെല്ലാം സൃഷ്ടി നടത്തിയത്. അത് തിരിച്ചു പോവുകയാണ്. പ്രപഞ്ചം തിരിച്ച് അവിടത്തേക്ക് പോകുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിതം ഓരോന്നായിട്ട് വലിച്ച് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ്. ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തതിന് വേണ്ടിയിട്ടാണ്, സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് സൃഷ്ടി ഇല്ലാതാകുന്നത്. അതേപോലെ നമ്മളും തിരിച്ച് ഇതേമാതിരി നമ്മിലൂടെ പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. പിന്നെ 31 ശ്രീകൃഷ്ണനിലൂടെ നേടുന്ന ഈ ഭക്തിയോഗത്തേക്കാൾ മറ്റൊരു നല്ല മാർഗം ഈ സംസാര ചക്രത്തിൽ അകപ്പെട്ടവർക്കില്ല. ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടെങ്കിൽ, ഇന്നത്തെ സുഖദുഃഖങ്ങളിൽ നിന്നല്ല രക്ഷപ്പെടേണ്ടെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, വേറെ ഒരു വഴിയൊന്നും ഇല്ല. 34 ബ്രഹ്മദേവൻ ഏകാഗ്രമായിട്ട് വേദത്തെ മുഴുവനും 3 വട്ടം പരിശോധിച്ചു. ഈ നാരായണ ഉപദേശിച്ചു കൊടുത്ത ഈ വേദരഹസ്യങ്ങൾ മുഴുവൻ, പ്രപഞ്ച സൃഷ്ടി രഹസ്യം മുഴുവൻ എല്ലാ ശാസ്ത്രവും ബ്രഹ്മാവും 3 വട്ടം വായിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിനും തോന്നി ഈ മാർഗം തന്നെയാണ് കുറച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പരമശ്രേഷ്ഠമായിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായത് ഇത് തന്നെയാണ്. കാരണം ഈ തത്വം ബ്രഹ്മാവിന് അങ്ങനെ തോന്നി, ഇത് തന്നെയാണ് നല്ല ഒരു വഴി. എന്നിട്ട് 35 പറയുന്ന ബുദ്ധിയോടുകൂടിയുള്ള ദൃശ്യ വിഷയങ്ങളെ കൊണ്ട് അനുമാനിക്കുന്നതായ ലക്ഷണങ്ങളിലൂടെ അനുമാനിക്കേണ്ടതായ ശ്രീഹരി, അത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ പ്രപഞ്ച ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എത്തിച്ചേരേണ്ട അനുമാനത്തിലൂടെയാണ് ശ്രീഹരിയിലേക്ക് എത്താൻ പറ്റുക. അതായത് പ്രപഞ്ചത്തിലെ എല്ലാം ശരിക്കും സസൂക്ഷ്മം വീക്ഷിച്ചിട്ട് ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത്. അല്ലാതെ ഇതിന് വേറെ പ്രത്യക്ഷത്തിൽ പറ്റില്ല. അപ്പോൾ എന്ത് മനസ്സിലാകും? എല്ലാ സ്ഥാവര ജമ്പകവ വസ്തുക്കളിലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഉള്ളിൽ നിൽക്കുന്ന ഒരു ശക്തി വിശേഷമാണ്, അതെന്ന് നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതുതന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി. അതുകൊണ്ട് 36 അദ്ദേഹം പറയുകയാണ്, ആരോട്?
ആർക്കാണ് ഉപദേശിക്കുന്നത്? രാജാവിന്, പരീക്ഷിച്ച രാജാവിന്. ആകയാൽ പരീക്ഷിത്ത മഹാരാജാവേ, ഈ ശ്രീഹരി എല്ലാ കാലത്തും എല്ലാവിധത്തിലും എല്ലാ കാര്യത്തിലും മനുഷ്യർക്ക് കീർത്തനീയനും സ്മരണീയനുമാണ്. അതുകൊണ്ട് ഈ ശ്രീഹരിയിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. എല്ലാത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തിവിശേഷം, എങ്ങനെയൊരു ശക്തിവിശേഷമുണ്ട്, അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ആർക്കും ആ ശക്തിയെ സ്മരിക്കണം. എല്ലാ കർമ്മവും ചെയ്യുമ്പോൾ സ്മരിച്ചോളണം, കീർത്തിയും ചെയ്യണം. അതിനെപ്പറ്റി എല്ലാവരോടും കീർത്തി ചെയ്യുകയും വേണം. എൻ്റെ 37 സജ്ജനങ്ങളുടെ ആത്മാവായ ശ്രീഹരിയുടെ കഥയാകുന്ന അമൃത്. സജ്ജനങ്ങളുടെ ആത്മാവാണ് ശ്രീഹരി. സജ്ജനങ്ങൾക്ക് ഇത് ഈ ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എല്ലാവരും ഞാനെന്ന് ചിന്ത വെച്ച് അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് സജ്ജനങ്ങൾക്ക് ഇതിൽ കാര്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ള നല്ല ആളുകൾക്ക്, ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അവരുടെ ആത്മാവാണ് ഈ ശ്രീഹരി. ആ ശ്രീഹരിയുടെ കഥയാകുന്ന അമൃത്, കാതാകുന്ന കുമ്പിളിൽ നിറച്ച്, അതായത് കേട്ടുകൊണ്ട് കാതാകുന്ന കുമ്പിളിൽ നിറച്ച് ഈ പറഞ്ഞ തന്ന കാര്യങ്ങളെല്ലാം ചെവിട്ടിൽ നിറച്ച് യാതൊരുവൻ പാനം ചെയ്യുന്നു. പാനം ചെയ്യുക കുടിക്കുക എന്നുള്ള അർത്ഥമല്ല. അതിനെ മനസ്സിലാക്കിയിട്ട് ആര് അതിൻ്റെ പിന്നാലെ ആ വഴിയിൽ സഞ്ചരിക്കുന്നു, ആര് പാനം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങളെ കൊണ്ട് ദൂഷിതമായ അവരുടെ അന്ധകരണത്തെ ശുദ്ധമാക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് സത്യമായി തോന്നി അത് കേട്ടുകൊണ്ട് ആ രീതിയിൽ കേട്ടുകൊണ്ടിരുന്നാൽ അവരുടെ വിഷയങ്ങളിൽ ഗമിച്ചിട്ട് ഈ ദുഃഖമെല്ലാം അനുഭവിച്ച് നടക്കുന്ന ജനങ്ങളുടെ, അത്തരം ആളുകളുടെ അന്ധകരണം ശുദ്ധമാകുന്നു. അതിലൂടെ തൃപ്പാദങ്ങളെ, ആ ശ്രീഹരിയുടെ തൃപ്പാദങ്ങളെ പ്രാപിക്കാം.